ഇതൊരു ഉപവാസ പ്രാർത്ഥന ആണല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്ന് ആഗ്രഹിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. സ്വർഗീയ പിതാവേ, ഈ വചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തരയണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. റോമാലേഖനം 8:26 3 വാചകങ്ങളുണ്ട്. ഒന്നാമത്തെ വാചകം, അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നൽകും. രണ്ടാമത്തെ വാചകം, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. മൂന്നാമത്തെ വാചകം എന്താണ്? ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. രണ്ടാമത്തെ വാചകം നടുവിൽ നിന്ന് പറിച്ചെടുത്ത് ഒരു തൈ നടുന്ന പോലെ നട്ട് സാവധാനത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് 1 മണിയാകുമ്പോഴേക്കും ഒറ്റ ദിവസം കൊണ്ട് പൂത്ത് കായ്ച്ച് ഫലം കായ്ച്ച അഹരോൻ്റെ വടിയെ പോലെ പൂക്കുമെങ്കിൽ ഒരു ഫലവും പറിച്ച് തിന്ന് 1 മണിക്ക് വീട്ടിൽ പോവാം. ബാക്കി രാത്രിയിൽ ചിന്തിക്കും. എൻ്റെ വിഷയം 8 വേർഷൻ ഞാൻ വായിച്ചു. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം തനി മലയാളം പറഞ്ഞോട്ടെ. പ്രാർത്ഥിക്കാനറിയില്ല. എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയില്ല, എന്ത് പ്രാർത്ഥിക്കണമെന്നറിയില്ല. അതാണ് അതിൻ്റെ വ്യാഖ്യാനം. ഒന്നുകൂടെ പറയുന്നു, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. 2, പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് അറിയില്ല. ശരിയാണോ ഈ പറയുന്നത്? പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നറിയില്ല എന്നൊക്കെ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? നിങ്ങൾ ആരെങ്കിലും സമ്മതിക്കുമോ? നമ്മളൊക്കെ ഈ പ്രാർത്ഥനയിൽ ഒരു PhD ഉള്ളവരാണ്, പെന്തിക്കോസുകാർ. നമ്മുടെ പേരെന്തോന്നാണ്? പ്രാർത്ഥനക്കാർ. നമ്മളിങ്ങനെ ബൈബിളും പിടിച്ചുകൊണ്ട് ആ കവലയിൽ ഇറങ്ങിഞ്ഞ് പോരുമ്പം അതാരാ പോകുന്നേ? അതാ പ്രാർത്ഥനക്കാരാണ്. അങ്ങനെയല്ലേ അച്ഛാ പറയുന്നത്? അപ്പം നമ്മുടെ പേരെന്താണ്? പ്രാർത്ഥനക്കാർ. ഈ നമ്മൾ ഇതുവരെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവൂല, അത് വേറെ കാര്യം. എന്നാലും നമ്മുടെ പേര് നാട്ടുകാരിട്ടിരിക്കുന്നെന്തോ? അപ്പം ഈ നാട്ടുകാരുടെ വിശ്വാസം പാലിക്കാനെങ്കിലും വല്ലപ്പോഴൊക്കെ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഈ നാട്ടുകാർ പണ്ടൊക്കെ പെന്തിക്കോസുകാരുടെ ഊർജം എന്ന് പറയുന്ന ഈ നമ്മളൊക്കെ ആരാധനയ്ക്ക് പോകുമ്പം ഈ സർവക്കല്ലിൽ ഓന്തിരിക്കുന്ന പോലെ കുറേ ആളുകൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ പോകുമ്പോൾ അവർ സ്വസ്ത്രം എന്ന് പറയും. അതാണ് നമ്മുടെ അന്നത്തെ ഒരു ഊർജം. ഇപ്പം അങ്ങനെ ആരും വിളിക്കാറില്ല. അതുകൊണ്ട് നമുക്കൊരു ഊർജമില്ല. ഇപ്പം ആരാധനയ്ക്ക് പോകണമെന്ന് പോലും ഇല്ല. കാരണം പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരാനില്ലാത്തത് കൊണ്ട് എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഒരു ഇതില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഒരു ഇതില്ല മൊത്തത്തിൽ. അപ്പം നമുക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല എന്ന് സമ്മതിക്കത്തൊന്നുമില്ല. നമ്മൾ സമ്മതിക്കാത്ത എന്തോ ഒരു കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. പ്രാർത്ഥിക്കും പറയുന്ന പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞുകൊണ്ട് പറയുന്നൊന്നും അല്ല. കർത്താവേ, ഞാൻ എന്നെ സമ്പൂർണമായി, എനിക്കറിയാൻ മേല, സത്യം പറ, സമ്പൂർണമായിട്ട് സമർപ്പിച്ചിട്ടുണ്ടോ? സമർപ്പണത്തിൻ്റെ അഗ്നിയിൽ എത്ര മുപ്പല്ലി കൊണ്ട് കുത്തിയാലും
ദഹിച്ചു പോകാത്ത ഒരു അസ്ഥികഷണം പോലും ഇല്ലാതാകുന്നതിന് പറയുന്ന പേരാണ് സമർപ്പണം. നമുക്ക് എപ്പോൾ നോക്കിയാലും കുറച്ച് കുറ്റങ്ങളും കുറവുകളും കാണുമല്ലോ. അതും പറയും പ്രാർത്ഥനയിൽ, കർത്താവേ, പുഴുവാണ്, ചാക്കാണ്, തുരുമ്പാണ്, ചവിട്ടുമെത്തയാണ്, പാട്ടയാണ്, ആക്രിക്കടയിൽ പോലുമില്ല അത്രയും സാധനങ്ങൾ. നമ്മുടെ സഭയിലെങ്ങാനും ആക്രി കച്ചവടക്കാരൻ വന്നാൽ അവൻ ഇവിടെ തുടങ്ങും ഒരു ആക്രി കച്ചവടം. അങ്ങനെ അത്രയും ആക്രികൾ ഉണ്ടെന്ന് തോന്നിപ്പോവും. സത്യം പറ, നമ്മൾ സമ്മതിച്ചേച്ച് പറയുന്നതാണോ ഇതൊക്കെ? അല്ലെന്ന് ചുമ്മാ ഞാൻ പുഴുവാണ്, തുരുമ്പാണ്, പാട്ട ചുമ്മാ പറയുന്നത്. ദേഷ്യം വരുമ്പോൾ നിങ്ങളെ പോടാ പുഴു എന്ന് വിളിച്ചാൽ നിങ്ങൾ സമ്മതിക്കുമോ? സമ്മതിക്കൂ? നിങ്ങൾ ചുമ്മാ പോയപ്പം രാജു പാസ്റ്റർ വീട്ടിലൊന്ന് കയറാൻ തീരുമാനിച്ചു. അപ്പോൾ രാജു പാസ്റ്റർ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ രാജു പാസ്റ്റർ ആൻറ്റിയും കൂടെ നിങ്ങളുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭാവനയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ചിന്തിച്ചു, എന്നാൽ ശരിക്കൊന്ന് കേട്ടേച്ച് കയറാം. പമ്മി നിന്നു അവിടെ. അപ്പം നിങ്ങളുടെ കുറേ കാര്യങ്ങൾ പാസ്റ്ററും ആൻറ്റിയും കൂടെ പറയുക. അപ്പം നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് എന്തോ പറയും? കർത്താവേ, ധാരാളം കുറവുകൾ എനിക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇപ്പോഴാണ് ഇതെല്ലാം മനസ്സിലായത്. മനസ്സിലാക്കി തന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം എന്ന് പറയുമോ അതോ അടുത്ത സഭയിലേക്ക് പോകുമോ? രണ്ടാമത്തേതിനാണ് കൂടുതൽ സാധ്യത. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആത്മാർത്ഥതയിൽ പറയുന്നതല്ല. അതിങ്ങനെ ആർട്ടിഫിഷ്യലായി കാലങ്ങളായിട്ട് ഇങ്ങനെ പഠിച്ചത് കൊണ്ട് എന്ത് ചെയ്യാണ്? പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥന എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ? ഞാൻ നിങ്ങളെ അംഗൻവാടി ടീച്ചറെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കാനൊന്നും വന്നൊന്നുമല്ല. സ്ഥിരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കത്തില്ലെന്നേ. സ്നേഹം സ്ഥിരമായിട്ട് പറയുന്ന വാക്കാ. അർത്ഥം ചോദിച്ചാൽ ആ. പ്രാർത്ഥന അതിന് PhD എടുത്തവരാ. അർത്ഥം ചോദിച്ചാൽ ആ. ഈ പള്ളിയിൽ എത്ര നാളായി വരുന്നു? ഇത്ര നാളായി. ഈ പള്ളിക്ക് എത്ര ജനലുണ്ടെന്ന് അറിയാവുന്നൊരു കൈ പൊക്കിക്ക്. ആരുമില്ല. എന്താ കാര്യം? ഇതുവരെ എണ്ണിയിട്ടില്ല. ഇപ്പം എണ്ണ നോക്കുക, അത് എത്രയുള്ളൂ. ഇപ്പോഴാരും എണ്ണണ്ട. ഈ പള്ളിക്ക് എത്ര ജനലുണ്ട് അറിയാവുന്നൊരു കൈ പൊക്ക്. അറിയാൻ മേല വന്നിരുന്നിച്ചങ്ങ് പോവുക. അപ്പം ഇതൊന്നും നമ്മൾ സ്ഥിരമായിട്ടുള്ള ആരാണ്ടൊക്കെ നോക്കി എണ്ണുന്നു. ഇപ്പം ഈ ഇങ്ങോട്ട് നോക്കി, ഇനി ദൈവത്തെ ഓർത്ത് അത് ഇനി ഉച്ച കഴിഞ്ഞോ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് എണ്ണാം. ഇപ്പം ഇങ്ങോട്ട് നോക്ക്. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായ കാര്യമൊന്നും ശ്രദ്ധിക്കത്തില്ലെന്നേ. ഞാൻ പറയാം, അതാണ്ട് ഈ നടുക്കൊരു ചുവന്ന കാർപ്പറ്റ് കിടക്കുന്ന കണ്ടോ? അതാണ് വഴി. വഴി പോലെ യാചിക്കുക എന്നാണ് പ്രാർത്ഥന എന്ന വാക്കിൻ്റെ അർത്ഥം. എന്താണ് വഴി പോലെ യാചിക്കുക? ഒന്ന് സഹകരിക്കണേ. ഇന്നൊരു ദിവസം നിങ്ങളുടെ ഒരു ഹെൽപ്പ് എനിക്ക് വേണം. ഇതുപോലെ ഒരു മണി വരെ നിന്നിച്ച് ബാക്കി ചിന്തിക്കുക. ഇന്ന് ഈ പ്രാവശ്യത്തെ പ്രസംഗം ഇങ്ങനെ പോട്ടെ. ഇനി വരുമ്പം ഒച്ചയിലൊക്കെ പ്രസംഗിക്കാം. എല്ലാ ദിവസവും ഒച്ചയിൽ വരുള്ളവർ വരുന്നുണ്ടല്ലോ. ഒരു ദിവസം ഒച്ചയിൽ ഒച്ച കുറഞ്ഞോട്ടെ അങ്ങനെ വിചാരിക്കും. അപ്പോൾ വഴി പോലെ യാചിക്കുക. ഒരു നിർവചനമുണ്ട് പ്രാർത്ഥനയ്ക്ക്. അതെന്തുവാ? മനുഷ്യർക്ക് സാധിപ്പിച്ചെടുക്കാൻ കഴിയാത്ത ഒരു കാര്യം സാധിപ്പിച്ച് തരാൻ കഴിയുന്ന ഈശ്വരനോടുള്ള യാചനയുടെ പൂർണ്ണ രൂപത്തിന് പറയുന്ന പേരാണ് പ്രാർത്ഥന. അതിലൊരു ദൂത് കിടപ്പില്ലേ? മനുഷ്യർക്ക് സാധിപ്പിച്ചെടുക്കുവാൻ കഴിയാത്ത കാര്യം അതാർക്ക് പറ്റും? ഭക്ഷണം കഴിച്ചിട്ടും ആരോഗ്യമുള്ള കൈ കൊണ്ട് വീശി പിടിച്ചിട്ടും അരോഗതരുടെ ഗാത്രന്മാരായ നമ്മൾ നടന്നിട്ടും 1349 ഗ്രാം തൂക്കമുള്ള തലച്ചോറ് കൊണ്ട് ചിന്തിച്ചിട്ടും സകല ബുദ്ധിയും കഴിവും പുറത്തെടുത്തിട്ടും നിന്റെ കയ്യിൽ വരാത്ത ചില വിഷയങ്ങളുണ്ട്. അത് ഈ ദിവസങ്ങൾ ഇവിടെ മുട്ടുകുത്തി നിൽക്കുമ്പോൾ മടിയിൽ കൊണ്ട് തരാൻ കഴിയുന്നൊരു ദൈവം,
ആ സംവിധാനത്തിന് പറയുന്ന പേരാണ് മക്കളെ പ്രാർത്ഥന. നമ്മൾ പറയില്ലേ 750 കോടി ആളുകളെ ചലിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ കരം. ആ ദൈവത്തിൻ്റെ കരത്തെ ചലിപ്പിക്കുന്നതാണ് പ്രാർത്ഥനാ മുറിയിലെ ഒരു പ്രാർത്ഥന. അപ്പോൾ വഴി പോലെ യാചിക്കുക. വഴി വിട്ടാലോ? വഴി വിട്ടാണ് നമ്മുടെ പ്രാർത്ഥനയെങ്കിലോ ഉത്തരം. ട്രാക്ക് തെറ്റിയാലും ഒന്നാമതെത്താം. ഇല്ലച്ച എന്ത് കിട്ടില്ല? സമ്മാനം കിട്ടില്ല. വഴിതെറ്റിയ പ്രാർത്ഥനയും ഫിനിഷിംഗ് ലൈനിലെത്തിക്കാം. പക്ഷേ ഈ കെട്ടിടത്തിൻ്റെ മേലോട്ടത് പോയിട്ടില്ല. അതാ നമ്മുടെ പല പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടാത്തത്. നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഭയങ്കര സ്റ്റൈലല്ലയോ? നമ്മുടെ ഈ പെന്തിക്കോസുകാർ പഠിച്ചു വച്ചിരിക്കുന്ന കുറച്ച് ട്രഡീഷണൽ വിശ്വാസങ്ങളുണ്ട്. ചിലതൊക്കെ പൊളിക്കണം. ഒന്ന്, ഉത്തരം തരുന്ന ദൈവം. അതിനെയാണ് എല്ലാവർക്കും ഇഷ്ടം. എനിക്കൊരു അരപ്പണവിട കൂടുതലിഷ്ടം ഉത്തരം മുട്ടിക്കുന്ന ദൈവത്തെയാണ്. നമ്മൾ പറയും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. ശരിയാണ്. പ്രാർത്ഥന കേൾക്കാത്ത ദൈവത്തെ പരിചയമുണ്ടോ? പരിചയപ്പെടണം. അതിന് ഒരു നാണയത്തിൻ്റെ ഒരു വശം മാത്രം പഠിച്ചുകൊണ്ട് കാര്യമുണ്ടോ? നമ്മൾ എത്ര വട്ടം അരുതാത്ത കാര്യങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നു, പ്രാർത്ഥിച്ചിരിക്കുന്നു. കെട്ടിയോന്മാരെ കുറിച്ചൊക്കെ പറയും, എൻ്റെ ദൈവമേ എന്തോരം പേരെ മൂർഖം പാമ്പ് കടിച്ചാകുന്നു, ഇത് എൻ്റെ തലയൊരു ഇടി പോലും. അന്നത്തെ ആ പ്രാർത്ഥന അന്ന് തന്നെ ദൈവം കേട്ടിരുന്നെങ്കിൽ എത്ര വിധവകൾ ഇവിടെ ഉണ്ടായിരുന്നെന്നറിയാമോ? എടാ, നിന്നെയൊക്കെ സൃഷ്ടിച്ച നേരം കൊണ്ട് ബാക്കി ദൈവം തമ്പുരാൻ അങ്ങോട്ട് പൂരിപ്പിച്ച് നിന്റെ കുഞ്ഞിനെ അങ്ങോട്ട് എടുത്തിരുന്നെങ്കിൽ ഇവിടെ എത്ര പേര് വാവിട്ട് കരഞ്ഞേനെന്നറിയാമോ? ആ ചർച്ചിലോട്ട് ഞാനിനി പോകുന്നില്ലോ, അത് ശരിയല്ലെന്ന് പറഞ്ഞ സമയം തന്നെ നിന്നെ പിന്മാറ്റക്കാരനായി മുദ്രകുത്തിയെങ്കിൽ ഇവിടെ വന്നിരിക്കുമായിരുന്നു. ചില നേരത്തൊക്കെ നമ്മുടെ ഗ്രാമർ തെറ്റിയ പ്രാർത്ഥനകൾക്ക് ഒരു പൊട്ടനെ പോലെ അഭിനയിച്ച് അതൊന്നും കണക്കാക്കാതെ നിന്നെ മാറോട് ചേർത്ത് പിടിച്ച് ഇന്നുവരെ നമ്മെ നടത്തുന്ന ഈ ദൈവത്തെ, അതാ ഞാൻ പറഞ്ഞത്, പ്രാർത്ഥന കേൾക്കാത്ത ദൈവത്തെയും സ്തുതിക്കണം നമ്മൾ. ഒരു ലിസ്റ്റ് തന്നെ ഞാൻ പറയാം പ്രാർത്ഥന കേൾക്കാത്തതിൻ്റെ. നമ്മുടെ വിശ്വാസികൾക്ക് സാക്ഷ്യത്തിന് എന്നെ സന്തോഷിപ്പിച്ച വാക്യം സങ്കീർത്തനമാണല്ലോ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നത്, അല്ലാതെ ലേഖനം ഒന്നുമില്ലല്ലോ. നീ കഞ്ഞു കുടിക്കാനും പെട്ടെന്ന് കിടക്കാനും എളുപ്പം ഏത് വായിക്കുന്നതാണ്? ഒന്നിടവിട്ടേ വരികളുള്ളൂ, ഇടയ്ക്കൊക്കെ ബ്ലോക്കാണ്. സങ്കീർത്തനം നിങ്ങൾക്കുള്ളതല്ല, അതോടെ പറഞ്ഞേക്കാം. ഉപദേശിമാരുടെ ഉപജീവന മാർഗമാണ് സങ്കീർത്തനം. അത് ഞങ്ങൾക്കുള്ളതാണ്. ഞങ്ങൾക്കതില്ലെങ്കിൽ ജീവിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്തടത്ത് കയറി കൈവെക്കരുത്. അപ്പോൾ നിങ്ങൾ ലേഖനങ്ങളൊക്കെ വായിച്ചു പഠിച്ചു. അപ്പോൾ സന്തോഷിപ്പിച്ച വാക്യം, പ്രാവിനുള്ളതുപോലെ ചിറകെനിക്കുണ്ടായിരുന്നെങ്കിൽ പറന്ന് ഞാൻ പോയി നിൻ്റെ സന്നിധിയിൽ. ദാവീദിന് സന്തോഷം വന്നപ്പം പറഞ്ഞ വാക്കാണോ അത്? ആണോ? അല്ല. ഒന്നാമത്തെ വാക്യം മുതൽ വായിച്ച് 55-ാം സങ്കീർത്തനം വായിക്ക്, വേഗം വായിക്കും. 55-ാം സങ്കീർത്തനം. അപ്പൊ ദാവീദിനൊരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലായല്ലോ. അടുത്ത വാക്യം, എനിക്ക് ചെവി തന്ന ഉത്തരം വരണമേ, ശത്രുവിന്റെ ആരവ നിമിത്തവും. ഇതാണ് പുള്ളിയുടെ പ്രശ്നം. ഒത്തിരി ശത്രുക്കൾ പുള്ളിക്കുണ്ട്. അടുത്തത്, ദുഷ്ടന്റെ പീഡന നിമിത്തവും ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. കഷ്ടപ്പെട്ടു, വല്ലാത്ത പ്രശ്നമായിട്ട് മാറി. അടുത്തത്, അവർ എൻ്റെ മേൽ നീതികേട് ചുമത്തുന്നു. ആവശ്യമില്ലാതെ എൻ്റെ നേരെ നീതി, ഇനി ജീവിക്കാൻ പറ്റത്തില്ലെന്ന്. പിന്നെ കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു. ഈ ഹൃദയ വേദനയൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അറ്റാക്കുന്നല്ലേ, പനിയും ചിക്കൻ കുനിയൊന്നും അല്ല. ചത്താ മതി എന്ന് തോന്നിപ്പോയി. പിന്നെ മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു. ചത്താ മതി,
ചത്താ മതി. അടുത്തത്, ഭയവും വിറയിലും എന്നെ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു മുറിക്കകത്ത് കയറി കഥ കടച്ചു, ഫാനിൻ്റെ മേലിൽ ഒരു കൈലിയും കെട്ടിത്തൂക്കി. ബാക്കി പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. ഒരു സ്റ്റൂളും കൂടെ വെച്ചു, അതിൻ്റെ പുറത്ത് കയറിയിരുന്നു. ബാക്കി പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ. എന്നാൽ ഞാൻ പറഞ്ഞു. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പം പറയുന്ന വാക്കാണ്, ഈ നശിച്ച ലോകത്തിൽ നിന്ന് എനിക്ക് പറന്നുപോയി വിശ്രമിക്കുക. പോയാ മതിയെന്ന് നമ്മളും പറഞ്ഞിട്ടില്ലേ? മതിയായി ജീവിച്ചത്, മതിയായി എന്നൊക്കെ ജീവിച്ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളെ അങ്ങോട്ട് എടുത്തിരുന്നെങ്കിൽ എത്ര പേരുടെ വാർഷികം കഴിഞ്ഞേനെ ഇവിടെ ഇല്ലേ? അപ്പം ഇത് സന്തോഷിപ്പിച്ചപ്പം പറഞ്ഞ വാക്കാണോ? അല്ല, അല്ല. ദൈവം പറഞ്ഞു, ദാവീദേ, നീ ഇപ്പോൾ എന്തോ ചെയ്യാൻ പോവുക? പറക്കാൻ പോവുക. എടാ മരമണ്ട, പറക്കുന്നത് 2 ചിറകുകൾ കൊണ്ടല്ലേ ആന്നു. എടാ 1 കിലോ തൂക്കമുള്ള ഒരു പ്രാവ് ഒരു തൂക്കവുമില്ലാത്ത 2 ചിറക് വെച്ചിട്ടല്ലേ ഓടാ പറക്കുന്നേ ആന്നു. എടാ ആ ചിറകിൻ്റെ പുറത്ത് 500 ഗ്രാം വീതമുള്ള 2 കട്ടി കെട്ടിവെച്ചാൽ എങ്ങനെയാടാ പറക്കാൻ പറ്റുന്നേ? പറക്കാൻ പറ്റില്ല. നിൻ്റെ ചിറകയിൽ ഇപ്പം എന്തുണ്ട്? പരിഭ്രമം, ആശങ്കകൾ, ആരവം, ഹൃദയത്തിന് അറ്റാക്ക്, വല്ലാത്ത പ്രശ്നം. നീ എങ്ങനെയാടാ പറക്കുന്നേ? അതുകൊണ്ട് മോനെ, 22-ാമത്തെ വാക്യം, നിന്റെ ആ ചിറകിൻ്റെ പുറത്തിരിക്കുന്ന ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, എന്നിട്ട് പറക്ക്, എന്നിട്ട് പറക്ക്. അപ്പം നമ്മളെ സന്തോഷിപ്പിക്കുന്ന വാക്യം ഏതാ? അപ്പം ഈ ഗ്രാമർ മിസ്റ്റേക്കുള്ള ഇങ്ങനെയുള്ള പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കുകയില്ല. വല്ലാതെ നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് പ്രാർത്ഥിച്ചാലും ആര് കേൾക്കുകയില്ല? ദൈവം കേൾക്കുകയില്ല. പാപികളുടെ പ്രാർത്ഥന ആര് കേൾക്കുകയില്ല? ദൈവം കേൾക്കുകയില്ല. അപ്പം കേൾക്കാത്ത പ്രാർത്ഥനകൾ ലിസ്റ്റില്ലേ ബൈബിളിൽ? ഉണ്ട്. നമ്മുടെ പ്രാർത്ഥന അതിനകത്ത് വിടുവോ? അറിയണ്ടേ? വന്നിരുന്ന പാപങ്ങൾ ഏറ്റു പറഞ്ഞതിന് ശേഷം പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഇല്ലേ? ഒരു പാപവും ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് കേൾക്കാത്ത പ്രാർത്ഥനകൾ ലിസ്റ്റാണ്. അപ്പോൾ വഴി പോലെ യാചിച്ചില്ലെങ്കിൽ ആര് കേൾക്കില്ല? ദൈവം കേൾക്കില്ല. പ്രാർത്ഥനകൾ 2 വിധമാണെന്ന് പ്രാർത്ഥനയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നവർ പഠിപ്പിച്ചിട്ടുണ്ട്. 1 രഹസ്യമായ പ്രാർത്ഥന, 2 പരസ്യമായ പ്രാർത്ഥന. നമുക്കേതാ ഇഷ്ടം? നമുക്കേതാ ഇഷ്ടം? ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴെങ്കിലും ഒക്കെ ഒന്ന് സമ്മതിച്ചുകൊണ്ടൊക്കെ ഇരിക്കേ. പരസ്യമായ പ്രാർത്ഥനയാണ് നമുക്കിഷ്ടം. നിങ്ങൾക്കും ഇഷ്ടം അതാ, ഞങ്ങൾക്കും ഇഷ്ടം അതാ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ, കുമ്പനാട് കൺവെൻഷൻ, സംയുക്ത ആരാധന. വത്സലപരാം സാറ് പറയുക, സഭായോഗത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒരു സഹോദരിക്കും ഒരു സഹോദരനും പ്രാർത്ഥിക്കാം. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, തിരുവല്ല പ്രയർ സെൻ്ററിൽ നിന്ന് വന്നിരിക്കുന്ന രാജു പൂവക്കാല പാസ് ചർച്ചിൽ നിന്ന് വന്നിരിക്കുന്ന ഇന്ന സഹോദരിക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ ആ സഹോദരിയുടെ ഉള്ളിൽ ഒരു ലഡു പൊട്ടത്തില്ലയോ? 3-ാം സ്വർഗത്തോളം പോയേച്ചു വരത്തില്ലയോ? ദൈവമേ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്ന സഭായോഗത്തിൽ പ്രസിഡന്റ് ഈ സഭയോർത്തു, അതിലുപരി എന്നെ ഏഴയും പുഴുവും ബാക്കി എന്നെ പേര് വരെ ഓർത്തു. ഇനി സ്വർഗത്തിൽ പോയില്ലെങ്കിൽ എന്താ പ്രശ്നം? അപ്പോൾ പരസ്യമായിട്ട് ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ കൊടുക്കുക എന്നത് ഭയങ്കര ഡീസൻ്റാന്ന് നമ്മൾ വിചാരിച്ചേക്കണേ. ഞങ്ങളും ശരി, പാസ്റ്റർമാരും ശരിയാ. ഈ നമ്മുടെ ഇടയിലൊക്കെ ഒത്തിരി പ്രോഗ്രാമുണ്ട് കേട്ടോ. ഉദ്ഘാടനം, അങ്ങനൊരു സാധനമുണ്ടോ? ഇല്ല. ഉദ്ഘാടനമൊക്കെ കണ്ടുപിടിച്ചതാ, ഗവേഷണം നടത്തി കണ്ടുപിടിച്ചതാ. എന്തിനാ? ഈ പ്രായമായ ഉപദേശിമാർക്ക് മൈക്ക് കൊടുത്തല്ല, അവർ നിർത്തുകയില്ല, കടിച്ചു പിടിച്ച് തിന്നും. അപ്പം അവർ നിർത്താൻ കണ്ടുപിടിച്ചൊരു സാധനത്തിൻ്റെ പേരാണ് എന്തോന്ന്? ഉദ്ഘാടനം. അതിന് എത്ര മിനിറ്റേ ഉള്ളൂ? എന്നാലും 15 മിനിറ്റ് എടുക്കും.
യോഗം എന്തിനാ ഉദ്ഘാടനം ചെയ്യുന്നത്? ഉദ്ഘാടനം ചെയ്തേക്കുകയല്ലേ. അപ്പോൾ അതുപോലെ എന്നെ ഇന്നാൾ ഉദ്ഘാടനത്തിന് വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പ്രായമായത് ഇപ്പോഴാണ് ബോധ്യപ്പെട്ട്. കാരണം പ്രായമായവർക്ക് വെച്ചിരിക്കുന്ന സാധനമാണ് എന്തോന്ന് ഉദ്ഘാടനം. അപ്പോൾ നമ്മൾ പിന്നെ അങ്ങ് പ്രസംഗിക്കില്ലേ. അതുപോലെ 5-6 പേര് പ്രാർത്ഥന, കല്യാണം. ഞാൻ 1 മണിക്കൂർ 1.25 മണിക്കൂറിലാണ് കല്യാണം നടത്തുന്നത്. പ്രാർത്ഥനയൊന്നുമില്ല. നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ ആർക്കാണ് ഇഷ്ടം? നമ്മുടെ കല്യാണത്തിന് 50-25 പ്രാർത്ഥന, 3 പേര് യോഗത്തിൻ്റെ അനുഗതത്തിൽ 3 പേര്. അത് കണ്ടിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ ആദ്യത്തെ ആൾ പ്രാർത്ഥിച്ചതിൻ്റെ മേലെയാണ് അടുത്ത ആളുടെ പെർഫോമൻസ്. അതുക്കും മേലെയാണ് മൂന്നാമത്തെ ആളുടെ തകർപ്പൻ സംഘം. അതും കൂടെ ഉണ്ടെങ്കിൽ പുള്ളി ഇതെല്ലാം കാച്ചി കുറുക്കിയാണ് അടുത്ത്. എന്തിനാണ് മക്കളെ ഈ അഭ്യാസങ്ങളൊക്കെ? സത്യം പറഞ്ഞ് യോഗം തുടങ്ങുമ്പോൾ ഒരു പ്രാർത്ഥന പോരെ, തീരുമ്പോൾ ഒരു പ്രാർത്ഥന പോരെ. പിന്നെ എന്തിനാ 5-6 വെച്ചാണ്? എല്ലാവരെയും ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി വെച്ചാൽ ആവശ്യമുണ്ടായിട്ട് വെച്ച കാര്യമൊന്നുമല്ല അത്. നമ്മുടെ ഭാഷന്മാർ ഒരു കൺവെൻഷൻ എന്നാൽ സീറ്റിലൊന്നും പോയിരിക്കില്ല, അങ്ങനെ നിൽക്കും. എന്താ കാര്യം? ഞാൻ വന്നിട്ടുണ്ട്, നിങ്ങളുടെ കണ്ണിൽ എൻ്റെ പെടണം, വന്നെനിക്കൊരു ഷെയ്ക്കാൻഡ് തരണം, ഒത്താ സ്റ്റേജിൽ കൊണ്ടുവരുത്തണം, പറ്റിയാൽ പ്രോഗ്രാമിലൊരു പ്രാർത്ഥനയെങ്കിലും വെക്കണം. ഇത്രയും പറയുന്നതിന് പകരമാണ് ഈ പോസ്റ്റ് പോലെ നിൽക്കുന്നത്. മനസ്സിലായോ? അത് കൊടുത്തില്ലേ പിന്നെ നമുക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുമോ? നമ്മുടെ ഇടയിലുള്ള ഈ പരിപാടികൾ, അതുകൊണ്ട് മറ്റുള്ളവരെ കല്യാണത്തിന് വന്ന അവർ നിങ്ങളുടെ ഈ മുടിഞ്ഞ പ്രാർത്ഥന, അവരെ കല്യാണമെല്ലാം കഴിയുമ്പോഴാണ് ശാപ്പാട് കഴിക്കാനാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ശുശ്രൂഷകൾ കേൾക്കണമെന്നുണ്ട്. നമുക്ക് ഈ പരസ്യമായിട്ടുള്ള പെർഫോമൻസിന് എന്നോ താല്പര്യമാണെന്നറിയാമോ? നിങ്ങളോട് ആരിതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച്? പരസ്യമായി പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് കർത്താവ് പറഞ്ഞത് അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. അപ്പം നിങ്ങളെന്തോ ചെയ്യണം? രഹസ്യമാണ്. പരസ്യമായി പ്രാർത്ഥിക്കുന്നവർ എത്ര മിനിറ്റ് പ്രാർത്ഥിക്കണമെന്ന് വല്ല അറിയാമോ? ഇത്രയും സമയം പ്രാർത്ഥിക്കാവുള്ളൂ. എത്ര സമയം? 2 മണിക്കൂറോ? 2 മിനിറ്റ്, കൂടിപ്പോയാൽ 2.5 മിനിറ്റ്, പിടിച്ചാൽ കിട്ടിയില്ലെങ്കിൽ 3 മിനിറ്റ്. 3 മിനിറ്റിൽ പിടിച്ചാൽ കിട്ടിയില്ലെങ്കിൽ കേൾക്കുന്നവർ പിടിച്ച് കെട്ടും. ആ 3 മിനിറ്റ് 3ആയിട്ട് തിരിക്കാം. ആദ്യത്തെ 1 മിനിറ്റ് 200 പേര് സഭയിലുണ്ട്. ഒരാൾ പ്രാർത്ഥന തുടങ്ങി, കർത്താവേ സ്വോത്രം സ്വോത്രം സ്വോത്രം. അപ്പോൾ 200 പേരും സ്വോത്രം പറയും. നിങ്ങളെ പുറകെ പോരും. അത് കണ്ടുകൊണ്ട് ഗ്രൗണ്ട് സപ്പോർട്ട് കണ്ടുകൊണ്ട് പിടിവിട്ട് പോകരുത്. ചിലർ തിരുവല്ലയിൽ പ്രാർത്ഥന ആരംഭിച്ചു. 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അമ്മായി അമേരിക്ക കിടക്കുന്നു. പാസ്പോർട്ടും വേണ്ട, വിസയും വേണ്ട, എമിഗ്രേഷൻ ക്ലിയറൻസും വേണ്ട, ഒന്ന് പോയിച്ച് വരാലോ. പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് അമ്മായി അവിടെയുള്ളൂ, അച്ഛൻ ഓസ്ട്രേലിയയിലാണ്. അങ്ങനെയാണല്ലോ. 5 മക്കളെ തരണേ, 5 മക്കൾ, 5നെയും 5 വൻകരയിലേക്ക് അയക്കണേ. അങ്ങനെയാണല്ലോ, 5 വൻകര. അങ്ങനെ 5 വൻകരയും ചുറ്റി സഞ്ചരിച്ച് എന്നുള്ളതൊരു നല്ല ഭാഷയാണ്. പ്രാർത്ഥന ശൈലി നോക്കുമ്പോൾ നിരങ്ങി എന്ന് പറയുന്നതാണ് നല്ലത്. അങ്ങനെ നിരങ്ങി ഒരു വരവുണ്ട് നമ്മൾ. അപ്പം 2ാമത്തെ മിനിറ്റിൽ ഈ ആളുകളൊക്കെ പിൻ ഡ്രോപ്പ് സൈലൻ്റാ. എന്നാണെന്നറിയാമോ? ഈ പ്രാർത്ഥന എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ആളുകൾ. ഇനി നിങ്ങളിങ്ങനെ ഓസ്ട്രേലിയയും അമേരിക്കയിലൊക്കെ പോകുക എന്ന് മനസ്സിലായാൽ 3ാമത്തെ മിനിറ്റിൽ ആളുകൾ പ്രാർത്ഥന ആരംഭിക്കും. എന്തോ പ്രാർത്ഥന ആരംഭിക്കുന്നത്? ദൈവമേ, യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ സഹോദരിയോട് ദൈവം ഇടപെട്ട് യോഗത്തിൻ്റെ അനന്തര നടപടിയിലേക്ക് കടക്കുവാൻ കൃപയുണ്ടാകണമേ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ഈ ദീർഘമായ പ്രാർത്ഥനകൾ പരീശന്മാരുടെ ലക്ഷണമാണ് മക്കളെ. ദീർഘമായ പ്രാർത്ഥനകൾ ശത്രുക്കളെ സൃഷ്ടിക്കും. സഭയിൽ 300 പേര്. നിങ്ങൾ പ്രാർത്ഥന തുടങ്ങുമ്പോൾ 300-ൽ 299 പേരും നിങ്ങളുടെ മിത്രമാണ്. നീട്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചാൽ 299 പേരും നിങ്ങളുടെ ശത്രുക്കളാവും. തെളിവ് തരണം. നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ 2 വിധ പ്രതികരണം ഉണ്ടാവും. ഒന്ന്, ആമേൻ എന്ന് ഉറക്കെ പറയും ആളുകൾ. കേട്ടിട്ടുണ്ട്? നമ്മുടെ ഇടയിലൊക്കെ ദ്വയാർത്ഥ പദപ്രയോഗ, നേരെയല്ല കാര്യങ്ങൾ പറയുന്നത്. ആണോ? ഒരു പ്രത്യേക. നാളൊരു പാസ്റ്റർ പറഞ്ഞു,
ഞാനൊന്ന് പൊലിപ്പിച്ചേച്ച് വരാം, എന്നോട് പറയാം, ഒന്ന് പൊലിപ്പിച്ചേച്ച് വരാം. പുള്ളി ഇങ്ങോട്ട് വന്ന് പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. ആകെ കളറുമായി, ഭയങ്കര ആരാധന. പുള്ളിയുടെ കയ്യിൽ നിന്ന് സംഗതി പോയി, ആരാധന നിൽക്കുന്നില്ല. പുള്ളി കണ്ണൂർ നോക്കിയപ്പോൾ ഒരാളും കണ്ണു തുറക്കണില്ല. തുറന്നാലല്ലേ നിർത്താൻ പറയാൻ പറ്റുള്ളൂ. എൻ്റെ മുഖത്തോട്ട് ഞാൻ പറഞ്ഞു, ആരാധനയല്ലേ, പോട്ട്, എനിക്ക് തരേണ്ട സമയമായി, 5 മിനിറ്റും കൂടെ വൈകി, നിർത്തുന്നില്ല. പുള്ളി എന്നോട് പറഞ്ഞു, എന്തോ ചെയ്യും പാസ്റ്റർ, നിർത്തും. ഞാൻ ആരാധനയല്ലേ, പോട്ടെ പാസ്റ്റർ. അവസാനം കേൾക്കണ പുള്ളി പ്രൈസ് ദി ലോർഡ് ഉറക്കെ പറഞ്ഞു. ചാറൽ മഴ പോലെ നിന്നു. അപ്പം തുടങ്ങാനും പ്രൈസ് ദി ലോർഡാണ്, നിർത്താനും പ്രൈസ് ദി ലോർഡാണെന്ന് അന്നാണ് എനിക്ക് പിടികിട്ടി. നമ്മുടെ ഇടയിലൊക്കെ ദ്വയാർത്ഥ പദപ്രയോഗമുണ്ട്. 5 ഏക്കർ റബ്ബർ തോട്ടം, 50 ഷീറ്റ് കിട്ടും, സഭയിൽ ദശാംശമൊന്നും തരികയില്ല. അതെങ്ങനെ പ്രസംഗിക്കണം? കൃത്യമായി ദശാംശമൊക്കെ തന്നില്ലെങ്കിൽ നിന്റെ റബ്ബറിനൊക്കെ സ്വത്രം എന്ന് പറഞ്ഞ അർത്ഥം എന്തോ? നിന്റെ റബ്ബറിൻ്റെ പട്ട മരവിച്ചു പോകുന്ന അതിൻ്റെ അർത്ഥം. നിന്റെ റബ്ബർ അടുത്ത കാറ്റിൽ മൂടോടെ പിടിതീർ. അത് പറയുന്നതിന് പകരമാണ് സ്വത്രം. ആ സ്വത്രത്തിൽ എന്തുണ്ട്? നിനക്കുള്ള ന്യായവിധിയുണ്ട്. നമുക്കത് അറിയുകയും ചെയ്യാം. അതാ നിങ്ങൾ ചിരിച്ചത്. ഇപ്പം നമുക്കല്ല ഈ ദ്വയാർത്ഥ പദപ്രയോഗത്തിലേക്ക് വന്നിരിക്കുക കാര്യങ്ങളൊക്കെ, മനസ്സിലായോ? അതുകൊണ്ട് നീട്ടി പ്രാർത്ഥിച്ച പിള്ളേർ ആമേൻ എന്ന് പറഞ്ഞപ്പം അതാക്കിയതാ എന്ന് മനസ്സിലാക്കാനുള്ള മൂള വേണം തലയ്ക്കകത്ത്, മനസ്സിലായോ? കുത്തിയിരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. എവിടാ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാമോ? ഇനി നീട്ടി പ്രാർത്ഥിച്ച് കഴിയുമ്പം ആരും ആമേൻ പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അവർ 3-ാം യാമത്തിലാണ്, നല്ല ഉറക്കത്തിലാന്ന് അതിൻ്റെ അർത്ഥം. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് വേണ്ടേ? എന്താണ് ഈ കുടുംബ പ്രാർത്ഥനയിൽ പിള്ളേരിരിക്കാത്തത്? മുടിഞ്ഞ പ്രാർത്ഥന. പൂക്കാല പാർശ്വ സഭയിൽ എന്തൊരു ആളാ. ചില അച്ചായന്മാരങ്ങ് കോൺട്രാക്ട് എടുത്തിരിക്കുക. കർത്താവ് എന്നെ അമ്മയുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ അവരെ മക്കൾ 5 അത് സുശീലയുടെ വീണ്ടും പ്രാർത്ഥിക്കുന്നു. 100-150 കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് വരുമ്പോഴേക്ക് ഈ കൊച്ചൻ 4-ാം യാമവും കടന്ന്. ഇന്നാളൊരു വീട്ടിൽ ചെന്ന് ഞാനും കൂടെ ഇരിക്കുമ്പം സ്ഥിരമായിട്ട് പ്രാർത്ഥനയാണ്. അപ്പോൾ ഒരു കുടുംബത്തിന് വേണ്ടി ഓസ്ട്രേലിയക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അന്നേരം അവിടുത്തെ പയ്യൻ, പപ്പ ആ ചേട്ടനിപ്പോൾ ഓസ്ട്രേലിയയിലല്ല കാനഡയിലാണ്. ആണോ? എന്നാൽ കാനഡയ്ക്ക് വേണ്ടി. പുള്ളി കാനഡയിലേക്ക് പോയൊന്നും പുള്ളി അറിഞ്ഞിട്ടില്ല. സ്ഥിരം പ്രാർത്ഥിക്കല്ലയോ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് പിള്ളേർ സന്ധ്യാപ്രാർത്ഥനാ സമയത്ത് തിരുവല്ലേ പോകുന്നതിൻ്റെ കാര്യം വല്ലതും അറിയാമോ? കുറച്ച് ചേഞ്ച് വരുത്ത്. ഈ കെ ഒ തോമസ് സാറ് പറയുന്ന പോലെ നമ്മുടെ കയ്യിലെ പുസ്തകം 1-ാം നൂറ്റാണ്ടിലെ ബൈബിളാണ്. പക്ഷേ 20-ാം നൂറ്റാണ്ടിലെ കവറിനകത്തിട്ട് വേണം കൊടുക്കാൻ. മനസ്സിലായോ? പണ്ട് ശർക്കരയും അരിയൊക്കെ മേടിക്കുമ്പോൾ കടലാസ് കൊണ്ട് കുമ്പിൾ കുത്തി ചാക്കുന്നുണ്ട് കിട്ടിയല്ലേ തരുന്നേ. ഇപ്പം തന്നാൽ നിങ്ങൾ മേടിച്ചുകൊണ്ട് പോകുമോ? ഇല്ല. ഇപ്പം നല്ല ശീമാറ്റയുടെ കൂടൊക്കെ ട്രെൻഡ്സിലൊക്കെ ചെന്നാൽ കൂട് പോലുമില്ല, വീട്ടിൽ നിന്ന് ചാക്കും കൊണ്ട് പോകണം. അപ്പം നിങ്ങൾ ഈ പഴയ രീതികളൊക്കെ ഒന്ന് പൊളിച്ചെഴുതി ഈ പിള്ളേർക്കൊക്കെ ഒരു ആകർഷണം വരത്തക്ക നിലയിൽ ഇതിൻ്റെ പാറ്റേണൊക്കെ ഒന്ന് സ്വത്രം. നമ്മൾ ഭയങ്കര പ്രാർത്ഥനക്കാരാന്നും പറഞ്ഞിരിക്കുക. ആർക്ക് വേണം ഈ പ്രാർത്ഥന? അതുകൊണ്ട് പരസ്യമായിട്ട് പ്രാർത്ഥിക്കുമ്പം ദൈവത്തെ ഓർത്ത് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകത്തക്ക നിലയിൽ ചെയ്യരുത്. ഇത്രയും പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പുള്ളി പ്രാർത്ഥന മനുഷ്യൊന്നും അല്ലയോ? ആന്നു. അതിലേക്കാണ് വരുന്നത്. രഹസ്യമായ പ്രാർത്ഥന, അതും ഇത്രയും സമയമാണ്. എത്രയും സമയം? അത് 2 മണിക്കൂർ. അത് ചെയ്യാറുണ്ടോ? ഞാൻ ഈ പ്രാർത്ഥനയെക്കുറിച്ചൊന്നും ക്ലാസ് എടുക്കില്ലായിരുന്നു. കാരണം ഞാൻ പ്രാർത്ഥിക്കൊന്നുമില്ലായിരുന്നു. എൻ്റെ ഭാര്യയുടെ പിൻബലത്തിലാണ് ഞാനിങ്ങനെ നടക്കുന്നത്. TPM എന്നാണ് കല്യാണം കഴിച്ചത്. എപ്പോഴും പ്രാർത്ഥനയാണ്. ഞാൻ കുറേ കൊല്ലം മുമ്പ് അവളെ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇച്ചിരിയൊക്കെ പ്രാർത്ഥിക്കുക മനുഷ്യൻ. ഞാനെങ്ങനെ പ്രാർത്ഥിക്കുമെന്നും പറഞ്ഞ് നിങ്ങൾക്കൊരു ബന്ധം വേണ്ടായോ? അങ്ങനെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ വീട്ടിലൊരു പ്രാർത്ഥനാമുറി പണിതു. എൻ്റെ വീട്ടിൽ പ്രാർത്ഥനാ മുറിയുണ്ട്. പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്നേരമാ ഞാനും ദൈവവും തമ്മിലുള്ള ശരിയായൊരു ബന്ധത്തിലേക്ക് വന്നു.
അതിനുശേഷമാണ് ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഇല്ലാത്തതിനാ പറയുന്നത്. ഇപ്പം ഇത് പറയുമ്പോൾ എനിക്ക് ഹൃദയത്തിന് പ്രാഗൽഭ്യമുണ്ട്. അതുകൊണ്ട് രഹസ്യമായ പ്രാർത്ഥനയാണ് പരസ്യമായ പ്രാർത്ഥനയേക്കാൾ വേണ്ടത്. അതുണ്ടോ അച്ഛാ? അതുണ്ടോ അച്ഛാ? അല്ല അമ്മാമ്മമാർ, അത് വേണം നമുക്ക്. നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് വരാം. പ്രാർത്ഥനയെക്കുറിച്ച് പറയുക. എന്താ യേശുവിൻ്റെ ജീവിതം? 33.5 വർഷമാണ് യേശു ഭൂമിയിൽ ജീവിച്ചത്. 3 തിരിച്ചു. 12, 18, 3.5. 12ഉം 18ഉം പഠിക്കാൻ തന്നിട്ടില്ല. 3.5 വർഷമാണ്. പഠിച്ചോളാൻ വേണ്ടി തന്നിട്ടൊന്നുമില്ല, നമ്മൾ പഠിക്കുക. ആ 3.5 കൊല്ലത്തെ ജീവിതം പഠിച്ചിട്ട് തന്നെ തീരുന്നില്ല, അല്ലേ? യേശു 3.5 വർഷം ചെയ്ത അത്ഭുതങ്ങൾ ഏകദേശം 35 എണ്ണമാണ്. 6 സ്ഥലങ്ങളിൽ വെച്ച് ചെയ്തു. വീട്ടിൽ, ശവക്കോട്ടയിൽ. ഇടയ്ക്കുള്ള 4 സ്ഥലങ്ങളാണ്: പള്ളി, കടൽ, കര, വഴി. അപ്പോൾ വീട് മുതൽ ശവക്കോട്ട വരെയും യാത്ര ചെയ്യുമ്പോൾ പള്ളിയിൽ പോകണം, കടലിൽ മീൻ പിടിക്കാൻ പോകണം, കരയിൽ കൊണ്ടുവന്ന് വിൽക്കണം, വഴിയിൽ യാത്ര ചെയ്യണം. ഒരു മനുഷ്യൻ ഇടപെടുന്ന ഈ 4 മേഖലകളിലാണ്. ഈ 4 മേഖലകളിലും അത്ഭുതം ചെയ്യാൻ യേശുവിന് കഴിയും. അതാണ് അതിനർത്ഥം. ഇനി യേശു ചെയ്ത ശുശ്രൂഷകൾ 35 എണ്ണത്തെ 5 തിരിക്കാം, പഠിക്കുവാൻ ഉള്ള സൗകര്യത്തിന്. എന്താണ് യേശു ചെയ്ത 5 വിധ ശുശ്രൂഷകൾ? 1, യേശു പ്രസംഗിച്ചു. 2, യേശു പ്രവചിച്ചു. 3, യേശു ഉപദേശിച്ചു. 4, യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. 5, യേശു ഉപവസിച്ച് പ്രാർത്ഥിച്ചു. യേശു ചെയ്ത 5 ശുശ്രൂഷകളെന്ന് പറഞ്ഞേ. 1, പ്രസംഗിച്ചു. 2, പ്രവചിച്ചു. 3, ഉപദേശിച്ചു. 4, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. 5, ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ചില സഭയിലൊക്കെ ചെല്ലുമ്പം ആളുകളെ കടലാസ് പേനയൊക്കെ എഴുതിയെടുക്കുന്നത് കാണാം. ഞാനും എഴുതിയെടുക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്. മണ്ടന്മാരാണ് എഴുതിയെടുക്കുന്നത്, ഓർമ്മയൊന്നും ഇല്ലാത്തവരാ. ഞാനങ്ങനെ ആധാരം എഴുതുന്ന പോലെ ആര് പ്രസംഗിച്ചാലും എഴുതിയെടുക്കും, ഓർമ്മയൊന്നും. ഈ സഭയിലുള്ളവർക്ക് എന്നാ ഓർമ്മയാണ് യേശു! ഒരെണ്ണത്തിൻ്റെ കയ്യിൽ കടലാസുമില്ല. ഈ 1.5 മണിക്കൂറൊക്കെ ഞാൻ പ്രസംഗിക്കുന്ന മുഴുവൻ ക്യാച്ച് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന അപാര തലമണ്ടകളോ! നിങ്ങളെ ഓർത്ത് ഞാൻ ബിഗ് സല്യൂട്ട്. അപ്പം 5 ശുശ്രൂഷകൾ. ഇതിൽ ഏത് ശുശ്രൂഷയാ വലുത്, ഏതാ ചെറുത്? 1, പ്രസംഗം. ലോകത്തിലുള്ള സകല ആളുകളും ആരെ പറയുക? പ്രസംഗാൻ്റെ പറയുക. എന്നത്തിനാന്ന് എനിക്കറിയാമല്ല, ഞാനൊരു പ്രസംഗാനാ. ചില യോഗം വെച്ച് കഴിയുമ്പം ഇന്നയാളെ എന്നാ വരുന്നേ, എന്തിനാ? അയാളുടെ ഫാൻസ് അസോസിയേഷനാ. TPM-കാരെ കണ്ടു പഠിക്കുക. ഉപദേശിമാരുടെ പേരില്ല. ദൈവദാസന്മാർ വചനം അത്രയേ ഉള്ളൂ. വന്നോളണം, കേട്ടോളണം, പൊക്കോണം. നമുക്ക് പിന്നെ ഒന്നും കൂടെ ഉണ്ട്, മറന്നോണം. നമ്മുടെ ഇടയിലോ പേരങ്ങോട്ട് വെച്ചില്ലെങ്കിൽ ഇന്നാളൊരു വാസ്തു പറഞ്ഞു, ഞാൻ വരുന്നില്ല. എന്നാ കാര്യം? പുള്ളിയുടെ ഫോട്ടോ ചെറുതും വേറൊരാളുടെ ഫോട്ടോ വലുതും കൊടുത്തു. പുള്ളി പറഞ്ഞു ഒപ്പത്തിനൊപ്പം നിർത്താൻ പറ്റില്ല, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ വെച്ചതല്ല, ഞാനും ഉണ്ട് ആ മീറ്റിങ്ങിൽ. തിരുവനന്തപുരം ഭാഗത്തൊക്കെ ചെന്നാൽ രസമാണ്. നമ്മുടെ ഫോട്ടോ ചെറുത്, നടത്തുന്നയാളിങ്ങനെ ഹൈ ലെവലിൽ നിൽക്കുകയായിരിക്കും മൊത്തം. നമ്മൾ ഈ ആളുകളെങ്ങനെ കിളത്തുക. പ്രസംഗരൊക്കെ എപ്പോഴാണ് വരുന്നതെന്ന് വല്ലതും അറിയാമോ? പ്രസംഗത്തിൻ്റെ സമയം. പ്രസംഗം കഴിഞ്ഞു, അപ്പം തന്നെ പോയി. നിങ്ങൾക്ക് എന്നാ വേറെ പണി? അറിയാൻ വേണ്ടി ചോദിച്ചു. ഇവിടെ ഒരു പ്രോഗ്രാം എടുത്താൽ വേറെ പണിയുണ്ടോ? സമയത്ത് വന്നാൽ എന്നാ കുഴപ്പം? പാട്ട് നിങ്ങൾക്ക് കേട്ടാൽ എന്നാ കുഴപ്പം? ആകാശം ഇടിഞ്ഞു കിടക്കും. 41 കൊല്ലമായി ഞാൻ പ്രസംഗം നടക്കണം. 41 കൊല്ലത്തിനിടയിൽ
പ്രാർത്ഥിച്ച് യോഗം തുടങ്ങിയതിന് ശേഷം ഞാനൊരു സ്ഥലത്തും ചെന്നിട്ടില്ല. എനിക്കും ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. ചില പറയും 10 മണിക്ക് യോഗം തുടങ്ങും, പാസ്റ്റർ പ്രസംഗിക്കാൻ നേരത്തെ വന്നാൽ മതി. അപ്പം നമ്മളല്ലാതാക്കുന്ന ആരാ? നമ്മളീ പൊങ്ങച്ചക്കാർ. യേശു എപ്പോഴാണ് യോഗത്തിന് വരുന്നത്? അത് പറ. യേശു എപ്പോഴാണ് യോഗത്തിന് വരുന്നേന്ന്? 10 മണിക്ക് വരത്തില്ലയോ? യോഗം തുടങ്ങുമ്പോൾ യേശു വരത്തില്ലയോ? അപ്പം ആരാ VIP? യേശു ആണോ പ്രസംഗനാണോ? നമ്മൾ ഈ ആവശ്യമില്ലാതെ ഇവരെയൊക്കെ അങ്ങോട്ട് കിളത്തി കയറ്റി വെച്ചേക്കുക മരത്തിൻ്റെ മേളിൽ. സക്കായിയെ ഇറങ്ങി വരാൻ പറഞ്ഞു, ഇവരൊക്കെ താഴോട്ട് ഇറങ്ങി വരണം. ഇനി പാട്ട് ആളെ കൂട്ടാനുള്ള പണിയാണോ? ആര് പറഞ്ഞു? അതൊരു ശുശ്രൂഷയാണ്. അതൊരു ശുശ്രൂഷയാണ്. നിങ്ങൾക്ക് പാട്ട് കേട്ടേച്ച് പ്രസംഗിച്ച് എന്നാ കുഴപ്പം? പ്രസംഗകരായ എന്നോട് തന്നെ ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നുമോനെ, നീ ആരെയാണോ പ്രസംഗിക്കുന്നത് ആ ആൾ നിന്റെ പ്രസംഗം കേട്ടുകൊണ്ട് എൻ്റെ നടുക്ക് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് ആ ആൾ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് നടുക്കിയിരിക്കുന്നുണ്ട്. ഈ ബോധം നമുക്കുണ്ടായാൽ പറയേണ്ടതല്ലേ പറയൂ, പ്രാർത്ഥിക്കേണ്ടതല്ലേ പ്രാർത്ഥിക്കൂ. ഈ ഉൾപ്പിറ്റ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കൂ. വേലക്കാരുടെ മീറ്റിംഗൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചുരുക്കി അങ്ങോട്ട് വിടാം. പ്രസംഗം ഒന്നാമത്തെ ശുശ്രൂഷയാണ്. 2 പ്രവചനം. എനിക്കതില്ല കേട്ടോ. ഇനിയിപ്പോൾ അത് ഉണ്ടെന്ന് കരുതി നിങ്ങൾ ആരും ഇരിക്കുകയൊന്നും വേണ്ട. ഞാനിവിടെ നിന്ന് അങ്ങോട്ട് വരത്തുമില്ല, ആരെയും തലയിൽ കൈ വെക്കത്തുമില്ല. അവിടെ സമാധാനമായിട്ടിരിക്കും. അതൊക്കെ കുറേ ആൾ വരും. സ്തോത്രം എന്ന് കരുതിയിട്ട് ലോകത്തിൽ പ്രവചനമില്ലെന്ന് പറയാൻ പറ്റുമോ? എനിക്കില്ലാന്നേ ഞാൻ പറഞ്ഞോളൂ. ഞാൻ പലവട്ടം ദൈവത്തോട് ചോദിച്ചു, എനിക്ക് പ്രവചന ശുശ്രൂഷയുണ്ടോ? കർത്താവ് പറഞ്ഞു ഇല്ല. അതെന്നാ തരാത്തെ? സൗകര്യമില്ല. അല്ല, ഞാൻ ചിലപ്പോഴൊക്കെ പ്രസംഗിക്കുക ആളുകളെ കരയുന്നു കണ്ടിട്ടുണ്ട്. ഞാൻ ഒന്ന് കൈവച്ചോട്ടെ, തൊട്ടു വരുന്നു. അപ്പോൾ എന്തെങ്കിലും കൈവയ്ക്കാൻ അവസരം തന്നാൽ, പെർമിഷൻ തന്നാൽ ഞാൻ കൈവെക്കും. അന്ന് നിങ്ങളുടെ കഷ്ടകാലം ആരംഭിക്കും. പറയാത്ത ഞാൻ ചെയ്യത്തില്ല. അതാ എന്നെ ഒരിക്കൽ മദ്രാസിൽ നിന്ന് വിളിച്ചു, പാസ്റ്ററെ 3 ദിവസം പ്രോഗ്രാം തന്നിട്ടുണ്ട്, ഈ വചന ശുശ്രൂഷയല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു വേറെ എന്തൊട്ടാ? അല്ല സൈഡായിട്ട്. സൈഡോ? ഞാൻ പറഞ്ഞു സൈഡും മെയിനും എല്ലാം അല്ല പാസ്റ്റേ, വചനത്തിൻ്റെ കൂടെ ഒരു ചേരുവക മറ്റെന്തെങ്കിലും എന്തോന്ന്? ഞാൻ പറഞ്ഞു ഇപ്പുറത്തൊരു ഇടട്ടെ. അതാ ചോദിച്ചത്. ഞാൻ പറഞ്ഞു എനിക്കില്ല. എന്നാൽ ആലോചിച്ചിട്ട് പറയാം. എന്തോന്ന്? പിന്നെ വിളിച്ചില്ല. അതങ്ങനെയാണല്ലോ. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പറയാമെന്നൊക്കെ പറയുന്നത് പരിശുദ്ധാത്മാവിനാ കുറ്റം അല്ലേ? പെണ്ണ് കണ്ടു, ഇഷ്ടപ്പെട്ടില്ല. അപ്പം എന്തോ പറയും? ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും ഈ പെണ്ണിനെ വേണ്ടെന്ന് പറഞ്ഞു. അത് കുറ്റം ആരുടെ മേലാ? നമ്മൾ ഭയങ്കര പ്രാർത്ഥനക്കാരാ. ചെന്ന് കണ്ടപ്പോൾ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. 2 ലക്ഷം പ്രതീക്ഷിച്ചത്, അവർ 5 ലക്ഷം തരാമെന്നും പറഞ്ഞു. ചെക്കൻ പ്രീ-ഡിഗ്രി മതി, ചെക്കൻ എഞ്ചിനീയറാണ്. 10 സെൻറ്റേ വിചാരിച്ചോളൂ, 1 ഏക്കർ വസ്തുവുണ്ട്. അപ്പം നമ്മളെന്താ പറയും? പ്രാർത്ഥിച്ചിട്ട് പറയാമെന്ന് പറയുമോ? ഇല്ല. നിങ്ങളെന്നാ അങ്ങോട്ട് വരുന്നത് ചോദിക്കും. ഇപ്പോൾ പ്രാർത്ഥന വേണ്ട? വേണ്ട. നമ്മുടെ ഈ നമ്പറുകൾ കണ്ടതിനും കാണാത്തതിനൊക്കെ പരിശുദ്ധാത്മാവിനെ കുറ്റം പറയുക, ആത്മാവ് പറഞ്ഞു എന്ന് പറയുക. ഞാനോ നിങ്ങളോട് പറഞ്ഞ തന്നെ കുഴപ്പം? സ്തോത്രം പറയാനുള്ള സാധനമൊന്നുമല്ല ഞാൻ പറഞ്ഞെനിക്കറിയാം. പ്രവചനം മക്കളെ ദൈവം തന്നെങ്കിൽ പറ. എനിക്കത് വിശ്വാസമുണ്ട്. കാരണം അങ്ങനത്തെ ശുശ്രൂഷകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. 3 ഉപദേശം. നമുക്ക് വേണ്ടാത്തൊരു സാധനമാണ്. എന്തോന്ന്? ബൈബിൾ ക്ലാസ് വെച്ചാൽ എത്ര പേര് വരും? ബൈബിൾ ക്ലാസ് വെച്ചാൽ എത്ര പേര് വരും? വല്ലൊന്നും അറിയാമോ? എൻ്റെ അടുത്തൊരു പെന്തിക്കോസിലെ ഉപദേശി വന്നു. ഭയങ്കര തീവ്രവാദിയാണ്. ഒരു ബസ്സിൽ കയറിയ പുള്ളി കണ്ടക്ടർക്ക് ടിക്കറ്റ് തരുമ്പം പുള്ളി ലേഖനം കൊടുത്തിട്ട് പറയും, നീ തന്ന ടിക്കറ്റോട് ഞാൻ പെരുമ്പാവൂർ ചെല്ലും, ഞാൻ തന്നത് വായിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ ചെല്ലാം. കണ്ടക്ടറോട് അല്ല ഡ്രൈവറോട്
വലത്തോട്ട് തിരിക്കുന്ന പോലെ മര്യാദയ്ക്ക് ജീവിച്ചാൽ സ്വർഗത്തിൽ ചെല്ലും, ഇടത്തോട്ട് തിരിക്കുന്ന പോലെ തിരിച്ചാൽ നീ നരകത്തിൽ ചെല്ലും. പോട്ടറോട് 2 ബെല്ലടിക്കുന്ന പോലെ ജീവിച്ചാൽ ഓടാം, 1 ബെല്ലടിക്കുന്ന പോലെ ജീവിച്ചാൽ. ഈ പുള്ളിയെ കാണുമ്പോൾ 2 ബെല്ലടിക്കും, കയറ്റുകയില്ല. അരവട്ടെന്നാ പറയുന്നത്. ഈ പുള്ളി എൻ്റെ വീട്ടിൽ വന്നിരിക്കുക, എൻ്റെ കാലിൽ കത്തി വീണിങ്ങനെ കിടക്കുക, ഞാൻ പോയിട്ടില്ല. വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്രദറൻകാരൻ എൻ്റെ വീട്ടിലോട്ട് വരിക, ബ്രദറിൻ്റെ അച്ചായി. അപ്പോൾ എനിക്ക് ബ്രദറൻകാരും മർത്തോമക്കാരും എല്ലാവരുമായിട്ട് ബന്ധമുണ്ട്. അത് നമുക്ക് ഉപദേശമല്ലേ, അല്ലാണ്ട് മനുഷ്യനായിട്ട് ബന്ധപ്പെടുന്നില്ല കുഴപ്പം. അപ്പം എന്നോട് ചോദിച്ചു, ആരാ വരുന്നത്? ഞാൻ പറഞ്ഞു, ബ്രദറിലൊരു ഉപദേശിയാണ്. അപ്പോഴേ ഉപദേശിയുടെ മുഖം, ഈ ബ്രദറിലെ ഉപദേശി വന്ന ഉടനെ എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ട് സഹോദര? അവർ നമ്മളെന്തേ വിളിക്കുള്ളൂ? സഹോദര. ഉടനെ നമ്മുടെ ഭാഷ സഹോദരാനോ? എന്തു പറ്റി? ഈ കിടക്കുന്നത് കേരളം അറിയപ്പെടുന്ന ഒരു കൺവെൻഷൻ പ്രാസംഗികനാണ്, നിങ്ങൾക്ക് പാസ്റ്റർ എന്ന് വിളിച്ചാൽ എന്നാ കുഴപ്പം? അപ്പോൾ പ്രധാനകാരൻ പറഞ്ഞു, ഇത് സഹോദരനല്ലേ, സഹോദരി അല്ലല്ലോ. തർക്കോത്തരം പറയാൻ വന്നേക്കുകയാണോ? ഞാൻ പറഞ്ഞു, വിട്, എൻ്റെ വീടല്ലേ, വിട്, പോട്ടെ. നമ്മുടെ ഭാഷയ്ക്ക് ഇങ്ങനെ തിരമാല തെർത്ത് കീറുന്ന പോലെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. ഏതാ സഭ? ആ ചോദ്യം കേട്ടാൽ തന്നെ ആട്ടിത്തുപ്പുന്ന പോലെ. ഏതാ സഭ? പുള്ളി പറഞ്ഞു, വേർപാടാ. അപ്പം ഞങ്ങളൊന്നും വേർപെട്ടതല്ലേ. ഞാനൊന്നും പറഞ്ഞില്ല. എന്തിനാ അധികം പറയുന്നേ? ഞാൻ പറഞ്ഞു, അച്ഛാ വിട്, പോട്ടെ. അപ്പോൾ പുള്ളി അടുത്ത ചോദ്യം. കുറേ നേരം കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അജു, അഭിഷേകം പ്രാപിച്ചതാണോ? ആരോട്? 50 കൊല്ലം ബ്രദറിൽ ഉപദേശിയായിരുന്ന, 60 പാട്ട് എഴുതിയിട്ടുള്ള, 2 പുസ്തകം എഴുതിയിട്ടുള്ള ആ മനുഷ്യനോട് ഒന്നും അറിയാൻ മേലാത്ത ഈ പുള്ളി ചോദിക്കുക, അഭിഷേകം പ്രാപിച്ചതാണോ? എനിക്ക് മനസ്സിലായി, ഈ കാര്യങ്ങൾക്കൊരു തീർപ്പായി. കാരണം ഈ ചോദിച്ച ആളുടെ അറിവും പരിജ്ഞാനവും എനിക്കറിയാം, ഇങ്ങയുടെ പരിജ്ഞാനം എനിക്കറിയാം. അയ്യോ, പുള്ളിക്ക് അടിക്കാൻ വടി കിട്ടിയതില്ല. പുള്ളി പറഞ്ഞു, ഞാൻ തിരിച്ചൊന്ന് ചോദിച്ചോട്ടെ. ചോദിച്ചോളൂ. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചോ എന്നല്ലേ ചോദിച്ചേ? ആന്നു. പരിശുദ്ധാത്മാഭിഷേകം, പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മദാനം, പരിശുദ്ധാത്മാഭിഷേകം, പരിശുദ്ധാച്ചാരം, പരിശുദ്ധാത്മാ അധിവാസം, പരിശുദ്ധാത്മ മുദ്ര, പരിശുദ്ധാത്മ നിറവ്. ഇത് 7ഉം 7ആണോ അതോ 1ആണോ? പുള്ളി ആദ്യമായിട്ട് കേൾക്കുക അങ്ങനെ 7 ഉണ്ടെന്ന്, പെന്തിക്കോസുകാരനെ. അപ്പോൾ പുള്ളി ഇപ്പം പ്രധാനക്കാരനല്ല, മണിമണിയായിട്ട് പുള്ളി പറഞ്ഞു, ഒന്നുകൂടെ പറയാം, ആത്മദാനം, ആത്മസ്നാനം, ആത്മാഭിഷേകം, ആത്മാച്ചാരം, ആത്മാധിവാസം, ആത്മമുദ്ര, ഇത് 7ഉം 7ആണോ 1ആണോ? അപ്പം പുള്ളി ഹെൽപ്പ് ലൈൻ എന്നെ നോക്കി. ഞാനെന്ത് ചെയ്തു? കൊടുത്താൽ കൊല്ലത്ത് കിട്ടണ്ടേ? ഞാൻ പറഞ്ഞു, കാലിന് ഭയങ്കര വേദന, നിങ്ങൾ സംസാരിച്ചോളാൻ പറഞ്ഞു. ഞാൻ കൂടി തിരിച്ചു കിടത്ത്. അപ്പം നമ്മുടെ ഭാഷ പറയുക, നിങ്ങളോടൊന്നും സംസാരിക്കരുന്ന വചനം വിലക്കിയിട്ടുണ്ടെന്ന്. എവിടെ? ഏത് ബ്രദറൻകാരോടും നമുക്ക് സംസാരിക്കാൻ പോകാം, കുഴപ്പമുണ്ടോ? ഇല്ല. പക്ഷേ നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് ന്യായം ചോദിക്കുന്നതോട് പറയാനുള്ളത് പഠിക്കണ്ടേ? നമുക്ക് ഉപദേശം കേൾക്കാൻ താല്പര്യമില്ലല്ലോ. നമ്മൾ ഈ കടൽക്കരയിലെ പിള്ളേർ തിരമാല വിസർജിച്ചിട്ടേച്ചു പോകുന്ന കക്കയും ഞണ്ടും ഞവണിക്കായും പിടിച്ച് കിട്ടിപ്പോയേന്നും പറഞ്ഞ് ഓടുന്ന പോലെ. രക്ഷിക്കപ്പെട്ടോ? രക്ഷിക്കപ്പെട്ടു. സ്നാനപ്പെട്ടോ? സ്നാനപ്പെട്ടു. അഭിഷേകം പ്രാപിച്ചോ? അഭിഷേകമൊക്കെ വരുന്ന വരവ് ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ. അഭിഷേകം അങ്ങനെ സ്റ്റാൻഡേർഡായിട്ടൊന്നും അഭിഷേകം വരികയില്ല. അന്യഭാഷയൊക്കെ. പുള്ളി ഒരു ബഹളക്കാരനാണ്, മനസ്സിലായി. മര്യാദയ്ക്കൊരു പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ആ പാട്ടിൻ്റെ അവസാനം വരുമ്പോൾ മര്യാദയൊക്കെ വിട്ടേച്ചും പിന്നെ നമുക്ക് രാഗമുണ്ടല്ലോ, നശിപ്പിക്കരുത് എന്നൊരു രാഗമുണ്ടല്ലോ, ആ രാഗത്തിലേക്ക് പാട്ട് മാറണം. അങ്ങനെ ചപ്പളാൻ കൊട്ട പോലെ മൊത്തം അടിക്കണം. എല്ലാ ലെവലും തെറ്റിക്കഴിയുമ്പോൾ തിരക്കുള്ള ബസ്സിൽ കണ്ടക്ടർ വരുന്ന പോലെയാണ് ആര് വരുന്നത്? അന്യഭാഷ കയറി വരുന്നത്. ഈ ബഹളം ഉണ്ടാക്കുമ്പോഴേ ആര് വരുള്ളൂ? നമ്മൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്. എൻ്റെ പൊന്നെ, അങ്ങനെയൊന്നും അല്ല കേട്ടോ. പെട്ടകത്തിൻ്റെ മുമ്പിൽ നൃത്തം ചവിട്ടിയാലും ആരാധിക്കാം, പക്ഷെ ധ്യാനത്തിലിരിക്കുമ്പോഴും തീ കത്തിക്കാം. രണ്ടും ചെയ്തത് ദാവീദാ. നമ്മുടെ പ്രശ്നം നമുക്ക് ഈ പരസ്യമായിട്ടുള്ള പെർഫോമൻസ് അല്ലാതെ രഹസ്യമായിട്ടില്ലെന്നുള്ളതാ പ്രശ്നം. സ്തോത്രം. ഉപദേശം പഠിക്കണ്ടേ? ഉപദേശം പഠിക്കണം. 4-മത്തേത് അത്ഭുതങ്ങളും അടയാളങ്ങളും. 5-മത്തേലേക്ക് വരാം, ഉപവാസവും പ്രാർത്ഥനയും. ചോദ്യം, യേശുവിൻ്റെ
പ്രസംഗത്തിൽ ജനങ്ങൾ ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. യേശുവിൻ്റെ പ്രവചനം കണ്ണുകൊണ്ട് കണ്ടു, അത്തി ഉണങ്ങി. യേശുവിൻ്റെ ഉപദേശത്തിൽ ജനങ്ങൾ വിസ്മയിച്ചു. അത്ഭുതങ്ങൾ ഇഷ്ടം പോലെ കണ്ടു. പക്ഷെ ഈ 4 ശുശ്രൂഷകളും അവർ യേശുവിനോട് ചോദിച്ചിട്ടില്ല. പകരം 5-ാമത്തെ ശുശ്രൂഷയാണ് ഉപവാസവും പ്രാർത്ഥനയും. അതവർ ചോദിച്ചു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. എന്തുകൊണ്ട് 4 ചോദിക്കാതെ 5-ാമത്തെ ചോദിച്ചു? ഉത്തരം, യേശു ഈ 3000 പേരോടും 5000 പേരോടൊക്കെ നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ യേശു പറഞ്ഞിരുന്നു, ഇടയൻ വെട്ടേൽക്കും, ആടുകൾ ചിതറും, ഞാൻ പോവും. യേശു പോയി കഴിഞ്ഞാലും ഈ ജനത്തെ പിടിച്ചു നിർത്തണമെങ്കിൽ യേശു പ്രാപിച്ച സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്കും പ്രാപിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് അവർ പറഞ്ഞു. യേശു പ്രാർത്ഥിക്കുന്നവർ കണ്ടു, മനസ്സിലായി? റോൾ മോഡലാണത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അച്ഛാ, മക്കളോട് പ്രാർത്ഥിക്കാൻ പോകാൻ പറയുന്ന നിങ്ങൾ, പ്രാർത്ഥനയ്ക്ക് പോടാ എന്ന് പറയുന്ന നിങ്ങൾ, നിങ്ങളുടെ വീട്ടിൽ ഒരു പാട്ടുപുസ്തകവും ഒരു വേദപുസ്തകവുമായി അരമണിക്കൂർ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നത് പിള്ളേർ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ മിണ്ടിപ്പോകരുത് മേലാൽ. പിള്ളേരെ സൗകര്യമുള്ള പോരും. നിങ്ങൾക്ക് എന്നാ ചോദിക്കാൻ അവകാശം? നിങ്ങൾ ആദ്യം റോൾ മോഡലാവും. നിങ്ങൾ റോൾ മോഡലാക്കുന്നത് പാസ്റ്റയല്ലേ? ആ പാസ്റ്റയെ കണ്ട് നിങ്ങളെ കണ്ട് പഠിക്കാൻ പറയാറുണ്ടോ? സ്തോത്രം. അതുകൊണ്ട് കനത്ത പൈതൃക ബാലൻസ് ബാങ്കിൽ മിച്ചം വെക്കുന്നതല്ല ഒരു നല്ല അപ്പൻ. മരിച്ച് പെട്ടി കയറുന്നതിന് മുൻപ് മരിക്കാത്ത ഒരപ്പനെ പിള്ളയുടെ ഹൃദയത്തിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരപ്പനാണ് ശരിയായ ഒരപ്പൻ എന്ന് മനസ്സിലാക്കണം നമ്മൾ. തീർത്ത് പറഞ്ഞോട്ടെ, ഉപദേശം പറഞ്ഞ് തീർത്ത് പറയണമല്ലോ. എന്തുകൊണ്ട് പ്രാർത്ഥന ചോദിച്ചു? ഉത്തരം, പ്രസംഗിക്കുന്നവർ പിന്മാറിപ്പോകാം, പ്രവചിക്കുന്നവർ പിന്മാറിപ്പോകാം. ഉപദേശങ്ങൾ ഈ BTHും BDയും MDയും ഒക്കെ കഴിഞ്ഞിട്ട് എത്ര പേര് യുക്തിവാദികളായി മാറിയിരിക്കുന്നു. പഠിച്ച് അങ്ങോട്ട് PhDയും കഴിഞ്ഞ് പഠിക്കുമ്പോൾ ആദിയിൽ ദൈവം അവിടെ പോലെ കുറേ പഠിച്ചു കഴിയുമ്പോൾ പിന്നെ ആദിക്ക് അപ്പുറത്ത് എന്താണെന്നാ, ആദിക്ക് മുമ്പ് എന്താണെന്ന്, അതുകൊണ്ട് അവൻ ആദ്യം കയറി അവൻ്റെ പണി കഴിഞ്ഞു. ഒരുവിധം ഡോക്ടറേറ്റ് എടുത്തവർക്കൊക്കെ ഒരു അരവട്ടായി. ഇപ്പം ദൈവമില്ല, സ്വർഗവുമില്ല, ഇമാജിനേഷന്, ഭാവനയാ. അതുകൊണ്ടായിരിക്കും ശലോം എന്ന് പറഞ്ഞാൽ അടുത്ത് അധികം പഠിക്കുന്നത്. അപ്പം നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ഇവരൊക്കെ പിന്മാറിപ്പോകാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥന എന്ന മാധ്യമത്തിലൂടെ ബന്ധപ്പെടുന്നൊരു മനുഷ്യൻ പിന്മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രസംഗം മനുഷ്യരോടാണ്, പ്രവചനം മനുഷ്യരോടാണ്, ഉപദേശം മനുഷ്യരോടാണ്, കൃപാവരങ്ങൾ മനുഷ്യരോടാണ്, പ്രാർത്ഥന മനുഷ്യരോടല്ല, ദൈവത്തോടാണ്. അതുകൊണ്ട് പ്രസംഗിക്കുന്നവനെ ലോകമറിയും, പ്രവചിക്കുന്നവനെ മനുഷ്യരറിയും, ഉപദേശിക്കുന്നവനെ ലോകമറിയും, നോട്ടീസിൽ പേര് വരും. കൃപാവരപ്രാപ്തന്മാരെ ലോകമറിയും, പ്രാർത്ഥിക്കുന്നവനെ അടുത്തുള്ളവൻ പോലും അറിയത്തില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടായതുകൊണ്ട് ദൈവമറിയും. ഉപവാസത്തിൻ്റെ 12ാമത്തെ പകൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ലോകമറിയുന്ന ഒരാളായി മാറണമോ അതോ ദൈവമറിയുന്ന ഒരാളായി മാറണമോ? ഉത്തരം, കർത്താവേ, ഒരു ഫുൾപിറ്റും എനിക്ക് കിട്ടിയില്ലെങ്കിലും, ഒരു നോട്ടീസിൽ എൻ്റെ പേര് വന്നില്ലെങ്കിലും, എൻ്റെ ഫോട്ടോ പതിച്ചൊരു കാർഡ് കണ്ടില്ലെങ്കിലും നിന്റെ ഹൃദയത്തിൽ എൻ്റെ മുഖം ഉണ്ടായാ മതി എന്ന് നിജപ്പെടുന്ന ഭക്തന്മാർ ആ കരമൊന്ന് ചേർത്തടിച്ച് ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പ്രാർത്ഥന പോലെ മഹത്തരമായ മറ്റൊരു ശുശ്രൂഷ ലോകത്തിലില്ല.
കടത്തി പറഞ്ഞാൽ എനിക്ക് ഒക്കത്തുള്ളൂ. ക്ഷമിക്കണം രാജു പൂവക്കല പാസ്റ്റർ. നമ്പർ 1 പ്രസംഗര് പലരും ഇന്ന് ആ രംഗത്തില്ല. ഇന്റർനാഷണൽ പ്രവാചകന്മാർ പലരും പിടിക്കപ്പെട്ടു. ഭയങ്കര വേദചിന്തകന്മാര് ജയിലിൽ കിടക്കുക. കൃപാവര പ്രാപ്തന്മാര് അതിന്റെ തട്ടിപ്പൊക്കെ പൊളിഞ്ഞുകൊണ്ടിരിക്കുക. ഈ 4 ശുശ്രൂഷകൾ നീ മനുഷ്യരോട് ചെയ്യുന്നത് കൊണ്ട് അവരുടെ മുമ്പിൽ നിൽക്കാനുള്ള ടെക്നിക്കുകൾ നീ പഠിച്ചു വെച്ചു. അതാൻ്റെ കാര്യം. പക്ഷേ പ്രാർത്ഥനാ മുറിയിൽ ടെക്നിക്ക് ഒക്കുകയില്ല മക്കളെ. അറിയാമോ? ടെക്നിക്കൊന്നും നടക്കുകയില്ല. ഒരു പാട്ട് പുസ്തകം, ഒരു വേദപുസ്തകം, ഞാനും എൻ്റെ ദൈവവും 1 മണിക്കൂർ ഒരു മുറിയിലിരിക്കാൻ നീ പഠിക്കണമെങ്കിൽ അതിന് സാധിച്ചാൽ നിന്നെപ്പോലെ ഒരു ആത്മീകനില്ലെന്ന് ഞാൻ പറയും. എനിക്ക് 1.5 മണിക്കൂർ 15 മണിക്കൂർ പ്രസംഗിക്കാൻ പറ്റും. പക്ഷെ ആ 15 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ എവിടെയാണ് എൻ്റെ ആത്മീക നിലവാരത്ത്? മനസ്സിലായോ നിങ്ങൾക്ക്? അതുകൊണ്ട് കളത്തിൽ നിന്ന് പോകാതിരിക്കണമെങ്കിൽ, ഈ രംഗത്ത് നിലനിൽക്കാൻ കഴിയണമെങ്കിൽ ദൈവവുമായി ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാതെ ഈ രംഗത്ത് തുടരാൻ കഴിയില്ല എന്ന് ദൈവമക്കൾ വ്യക്തമായി തിരിച്ചറിയണം. അതുകൊണ്ട് ഏറ്റവും വലിയ ശുശ്രൂഷ പ്രസംഗമൊന്നുമല്ല, പ്രവചനവുമല്ല. നമ്മൾ അവരെയൊക്കെ വലിയ ആളുകളായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നവർ ആർക്കും വേണ്ടല്ലോ. ആർക്കാ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ? ഈ സഭയിലെ മെമ്പർഷിപ്പ് ഉള്ളവരെ കാണാൻ എപ്പോൾ വരണം? ഞായറാഴ്ച. അത് നിറച്ച ആളാണ്, അങ്ങോട്ട് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുക. ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ കാണാൻ എപ്പോൾ വരണം? വെള്ളിയാഴ്ച. അതാരായി വരുന്നത്? ആർക്കും വേണ്ടാത്ത 5-6 അതെന്നെ പാസ് അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ 25 കൊല്ലം പാസ്സായിരുന്നല്ലോ. ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വരുന്നവർ വല്ല കമ്മിറ്റിയിലുണ്ടോ? നിങ്ങൾ കമ്മിറ്റി കയറാതിരിക്കുക നല്ലത് മക്കളെ. ഉള്ള പ്രാർത്ഥന പോകും. നിങ്ങളെന്നെ ആരും മൗനിക്കാത്ത, നിങ്ങളെ ഗൗനിക്കാത്ത, ഈ പ്രാർത്ഥനയ്ക്ക് ആർക്കും വേണ്ടാതെ വരുന്നവരെ ആരും മാനിക്കാത്ത. ഞാൻ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വരുന്നോട് പറയും, 25 കൊല്ലം പാസ്സായിരുന്നു ഞാൻ നെഞ്ചിൽ കൈവച്ച് പറയുക, സഭയുടെ ബാലൻസും കമ്മിറ്റിയുടെ കൈക്കരുത്തും ബിൽഡിംഗ് കൺസ്ട്രക്ഷനെ പറ്റത്തുള്ളൂ മക്കളെ. സഭയുടെ സ്ഥാവരമായ നിലനിൽപ്പിൻ്റെ ആധാരം, സഭയെ മൂടോടെ പിഴുതെറിയുന്ന കൊടുങ്കാറ്റുകൾ വരുമ്പോൾ ഈശാനമൂലനെ വഴിയിൽ തടയാൻ കഴിയണമെങ്കിൽ ബാങ്കിൽ കിടക്കുന്ന മിച്ചമുള്ള പണത്തെ കൊണ്ട് ഒക്കത്തില്ല. മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കല്ലാതെ അതിനെ തടയാൻ കഴിയില്ലാത്തത് കൊണ്ട് നിങ്ങളെ ആരും ഗൗനിച്ചില്ലെങ്കിലും, ഒരു സ്ഥാനം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും, ഈ ദൈവസഭയെ പിടിച്ചു നിർത്താൻ തമ്പുരാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു എന്ന ഉത്തമ ബോധത്തോടെ നിങ്ങൾ പ്രാർത്ഥനാഭംഗരം തുടരുക. അതേ പറയാനുള്ളൂ. അപ്പൊ യേശു പറഞ്ഞു പ്രാർത്ഥന പഠിപ്പിക്കാം. ആ പഠിപ്പിക്കുന്ന രംഗമാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 6 മുതൽ വായിക്കുന്നത്. അറിയാം? നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ചു രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികൾ പോലെ ജൽപ്പനം ചെയ്യരുത്. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ എവിടെ കിടക്കണം? അറയിൽ കിടക്കണം. അറയെന്ന് പറഞ്ഞാൽ എന്തോ? ഇംഗ്ലീഷിലൊരു വാക്കുണ്ട് അതിന്, ക്ലോസറ്റ്. പ്രാർത്ഥിക്കുമ്പോൾ എവിടെ കയറിയിരിക്കണമെന്ന്? നിങ്ങളെന്തിനാ ചിരിച്ചേ? എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഇന്ത്യൻ ക്ലോസറ്റാണ് മനസ്സിൽ കണ്ടത്. അതാണെങ്കിലും കുഴപ്പമില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഇന്ത്യൻ അതൊന്നും ഇതിലൂടെ ഒന്നും പറയാനൊക്കെയില്ല. എന്നാലും പറയാ, അവിടെ കയറിയ 2-3 കാര്യങ്ങൾ ഉറപ്പിക്കണ്ടേ? 1 കുറ്റിയിടണ്ടേ? വേണം. 2 ധൃതിയുണ്ടോ? ഇല്ല. 3 തൃപ്തിയാകാതെ എഴുന്നേറ്റ് പോവോ? ഇല്ല. അപ്പോൾ ആ അർത്ഥം ചിന്തിച്ചാലും കുഴപ്പമില്ല കേട്ടോ. പ്രാർത്ഥനയ്ക്കകത്ത് കയറിയ കുറ്റിയിട്ടേക്കണം. ഇത് കഴിയാതൊരു എഴുന്നേൽപ്പില്ല, ഒരു ധൃതിയുമില്ല. തൃപ്തിയാകാതെ, മറുപടി ഇല്ലാതെ ഞാൻ എഴുന്നേക്കത്തില്ല.
പക്ഷേ അതല്ല അതിൻ്റെ ആത്മീക അർത്ഥം. ഞാനൊരിക്കൽ പാശ്ചാത്യ രാജ്യത്ത് ചെന്നപ്പം അവിടുത്തെ പാസ്റ്റർ പറയുക, ഇടി ഭയങ്കര തണുപ്പാണ്, എൻ്റെ കോട്ടും കിട്ടും. അപ്പോൾ പറഞ്ഞു, എവിടെ കിടക്കുന്നത്? ക്ലോസറ്റിൽ കിടപ്പുണ്ടെന്ന്. അപ്പോൾ എൻ്റെ മനസ്സ് വിചാരിച്ചു, ദൈവമേ ഇത്രയും വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ്റെ കോട്ട് കിടക്കുന്ന അവിടെ എനിക്കാ വിവരമില്ലാത്ത. അവരുടെ ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ബെഡ്റൂമിൻ്റെ അകത്ത് ഒരു 2 അടി വീതി 5 അടി പൊക്കം, അവരുടെ പൈസയും ആഭരണങ്ങളും വിലപിടിപ്പുള്ളതെല്ലാം അവിടെ അടുത്ത്. അതിൻ്റെ പേരായി ക്ലോസറ്റ്. ഒന്നിനും വാതിലൊന്നുമില്ല. അത് അവരുടെ സംസ്കാരം. ചിലപ്പോൾ ടോയ്ലറ്റിന് പോലും കുറ്റിയും കുളത്തും കാണുകയില്ല. അവിടെ കുഴപ്പമില്ല, കാരണം എക്സ്ക്യൂസ് മീ എന്ന് പറയച്ചേ വരുള്ളൂ. നമ്മളോ 4 കുറ്റിയിട്ടാലും ചവിട്ടി തുറന്ന് അകത്ത് വെച്ചും സോറി എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്യും. അതിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ആരും അറിയാത്തൊരു മുറി, അതിൻ്റെ പേരാ ക്ലോസറ്റ്. പ്രിയപ്പെട്ടവർ, അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ വീട്ടിൽ? ഉണ്ടോ? എന്നുവെച്ചാൽ എത്ര മുറിയാണ് വീട്ടിൽ കിടക്കുന്നത്? പഴുതാരയ്ക്കും പല്ലിക്കും ചുമ്മാ കിടക്കുകയല്ലേ, 2 നിലയും 3 നിലയും. ആര് കയറാന്? ഈ 1 നിലയിലും അല്ലാത്തപ്പോൾ 2 നിലയാണ് ആഗ്രഹം. 2 നില വന്നപ്പോൾ 1 നില ആഗ്രഹം. എന്നാ കാര്യം? മേലോട്ട് കയറാൻ വയ്യ, ആർത്രൈറ്റീസ്, പൊടി പിടിച്ച് കിടക്കുന്നു. ആര് വിളിക്കാൻ? ആർക്ക് വേണ്ടിയിട്ടായിട്ട്? എനിക്കറിയാനല്ല. സ്തോത്രം, സ്തോത്രം. ഇപ്പോൾ ക്ലോസറ്റിക്ക് ഞാൻ ചുമ്മാ കിടക്കുന്ന മുറി ഉണ്ടെങ്കിൽ പ്രയർ റൂം എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്നേ. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ജാതികളെ പോലെ ജലപ്പനം ചെയ്യരുത്, അവർക്ക് ഉത്തരം കിട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ. ഉണ്ടോ? രാവിലെ മുതൽ ഉച്ച വരെ ബാലേ ഉത്തരം അരുളണമേ. വല്ല ഉത്തരം ഉണ്ടായോ? ഒന്നുമില്ല. ഭോജനയാഗത്തിൻ്റെ നേരമായപ്പോൾ ഏലിയാവ് അടുത്ത് ചെന്നു. 36 വാക്കുകൾ 20 സെക്കൻഡ് ഉത്തരവുണ്ടായി. 36 വാക്ക് 20 സെക്കൻഡ് പറയുമ്പോൾ ഉത്തരം ഉണ്ടാകുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? അറിയാമോ? ഏലിയാവിന് മുമ്പും ബിമ്പും പഠിക്കുക. മുമ്പ് എന്തായിരുന്നു പണി? ഞാൻ സേവിച്ചു നിൽക്കുന്ന, അത് മണിക്കൂറുകളാണ്. ഇനി ഇതിന് എപ്പുറത്തോട്ട് പഠിക്കുക. 7-ാം പ്രാവശ്യമാണ് കൈപ്പത്തി പോലെ പൊങ്ങിയത്. അപ്പം 36 വാക്കുകൾ 20 സെക്കൻഡ് കൊണ്ട് പറയുമ്പോൾ അവിടെ ഉത്തരം ഉണ്ടാകണമെങ്കിൽ അതിന് മുൻപും അതിന് ശേഷവും തച്ചിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു ഏലിയാവ്. മനസ്സിലായോ? ഒരു മറവില്ലാതെ പറഞ്ഞേക്കാം, നിങ്ങൾ പരസ്യമായി ദൈവത്തോട് പറയുന്ന കാര്യം ദൈവം അതുപോലെ ചെയ്ത് തരണമെങ്കിൽ രഹസ്യമായി ദൈവവുമായൊരു വലിയ ബന്ധം ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർ പറഞ്ഞാൽ ദൈവം അതിനപ്പുറത്ത് ചെയ്യില്ല മക്കളെ. 450 ബാലിൻ്റെ പ്രവാചക മുമ്പിലും രാജാവിന് മുമ്പിലും ഏലിയാവ് ദൈവം നാണം കെടുത്തില്ല. നാണം കെടാതിരിക്കണമെങ്കിൽ ദൈവവുമായിട്ടൊരു വലിയ ബന്ധം വേണമെന്ന്, അവൻ്റെ മുൻപാകെ മുട്ടുമടക്കാൻ കഴിയുന്ന ബന്ധം വേണമെന്ന്. അതിനാണ് നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്വനായ ഞങ്ങളുടെ. ഞാൻ അവിടെ കൊണ്ട് നിർത്തണം. ദൈവത്തെ എന്തോ വിളിക്കണം മക്കളെ? 2 കൊച്ചു പിള്ളേർ മുമ്പിൽ ഇരിപ്പുണ്ട്. ഇവിടെ ഉണ്ട് 2 എല്ലാം തുല്യം. പപ്പ എന്തോ വിളിക്കുന്നേ? പപ്പ എന്തോ വിളിക്കുന്നേ? അപ്പ അപ്പ സ്വോത്രം. യേശുവിനെന്തോ വിളിക്കുന്നത്? മോള് പറയണ്ട. യേശുവിനെന്തോ വിളിക്കുന്നു? പ്രാർത്ഥിക്കാൻ നേരത്തെ കർത്താവിനെന്തോ വിളിക്കുന്നു? പിതാവ് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാം. പിതാവ്, അത് നമുക്കറിയാമല്ല. പിതാവെന്ന് വിളിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ പിതാവിൻ്റെ പകരം എന്തോ വിളിക്കുന്നത്? കേന്ദ്രം, മുതൽപ്പിടി, മെയിൻ സ്വിച്ച്. അപ്പൻ്റെ പേരാ. ഇപ്പോൾ വിളിക്കുന്നത് ATM കാർഡ്. പപ്പേന്ത് ഇവിടെ ഇല്ല, കാർഡുണ്ടോ? ഉണ്ട്, അത് മതി. ആ അപ്പനെന്തിനാ കാർഡ് പോരെ? അപ്പനെന്ന വാക്കിൻ്റെ അർത്ഥം പിടിച്ചോ. 1 ചിരകാല സാമീപ്യം, 2 സ്നേഹസ്മരണമായ പരിചരണം, 3 നിസ്സീമമായ സഹനശക്തി. ഇതൊക്കെ അപ്പനെന്ന വാക്കിൻ്റെ അർത്ഥം. എല്ലാം പിടിയുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുന്നവർക്ക് എന്ത് ബന്ധം വേണം? അപ്പൻ മകൻ, ആ ബന്ധമുണ്ടോ? പ്രാർത്ഥിക്കും എന്തോ വിളിക്കുന്നേ? എന്നാണ് പാസ്റ്റർക്ക് പ്രാർത്ഥി. എന്നിട്ട് പാസ്റ്റർ വെച്ചു വാക്തത്വങ്ങളെ വിശ്വസിച്ചു വാക്ക് മാറാത്തവനുമായ വാഴ്ത്തപ്പെട്ടു. ഞാൻ പറഞ്ഞു വാവ്, കാരണം മൊത്തം വായാണല്ലോ. ആരെ കേൾപ്പിക്കാനാ അച്ഛാ? ആരെ കേൾപ്പിക്കാനാ? ഞാൻ എൻ്റെ അപ്പനെ എന്തോ വിളിക്കണം? അപ്പൻ്റെ അടുത്ത് പാപ്പ ചോദിച്ചു. അപ്പം അപ്പൻ മരിച്ചുപോയി.
അപ്പം ഞാൻ അപ്പനെ വിളിക്കാൻ പോവാട്ടോ. ഈ വേൾഡിൽ ഏഷ്യ ഭൂഖണ്ഡത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് കേരള സംസ്ഥാനത്തിൽ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിൽ കുന്നത്താട് താലൂക്കിൽ വേങ്ങൂർ പഞ്ചായത്തിൽ 1-ാമത്തെ വാർഡിൽ താമസിക്കുന്ന 348-ാമത്തെ വീട്ടിൽ പരിതനായ വർഗീസിൻ്റെ മകൻ ചാക്കപ്പൻ എന്ന എൻ്റെ പിതാവേ. വല്ല കുഴപ്പമുണ്ടോ? എന്നാ കുഴപ്പം? പക്ഷേ ഓലക്ക എടുത്ത് എന്നെ 5 പഞ്ചായത്തിൽ ഓടിക്കും അപ്പൻ. അപ്പനെ കളിയാക്കുന്നുണ്ടോ കുറിച്ചും കേട്ടതെന്ന് ചോദിച്ചു. സത്യത്തിൽ നമ്മുടെ ഈ വാക്തത്വങ്ങൾ വിശ്വസത്തിന് മഹിലാണ്ട കോടി ബ്രഹ്മാണ്ട ഘട ഇതൊക്കെ പറയുമ്പം ഓലക്കെടുത്ത് തല്ലണതല്ലേ തന്നെ. എന്താ ഈ വിളിക്കുന്നത്? ആരോട് ഈ പറയുന്നത്? പരസ്യമായിട്ട് അതൊക്കെ വേണം കേട്ടോ, പക്ഷേ രഹസ്യമായിട്ടെങ്കിലും വിളിക്കുന്നുണ്ടോ അപ്പച്ചാന്ന്? വിളിക്കുന്നുണ്ടോ അപ്പച്ചാന്ന്? ഈ യോഗം കഴിഞ്ഞ് നിങ്ങൾ തിരുവല്ല ചെന്ന് KSRTC ക്രോസ് ചെയ്യുക. പ്രസംഗങ്ങൾ ഓർത്ത് ക്രോസ് ചെയ്തപ്പം മറന്നുപോയി റോഡ് ക്രോസ് ചെയ്യാന്ന്. അപ്പോൾ ഒരു വണ്ടി വന്ന് ചവിട്ടി നിന്നു. അപ്പം നിങ്ങൾ റോഡ് നിൽക്കുക. അപ്പോൾ നിങ്ങൾ എങ്ങനെ ദൈവത്തെ വിളിക്കും? അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട ഘടാങ്ങളുടെ വാക്തത്വം നിങ്ങൾ വിളിക്കൂ. എന്താ വിളിക്കും? എൻ്റെ ദൈവം എങ്ങനെ വിളിക്കൂ? അച്ഛാ, എൻ്റെ ദൈവം എന്ന് ഒറ്റ വിളിച്ചാൽ കേൾക്കുമോ? ഉത്തരം മക്കളെ, അങ്ങനെ വിളിച്ചാലേ കേൾക്കത്തുള്ളൂ. നിങ്ങൾ ആര് പറഞ്ഞു ഈ ഇങ്ങനെയൊക്കെ വിളിച്ചാലേ കേൾക്കത്തുള്ളൂ? നാട്ടുകാർ കേൾക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ മക്കളെ. ദൈവം കേൾക്കണമെങ്കിൽ ഹൃദയത്തിൽ നിന്ന് വരണം. അപ്പനുമായൊരു റിലേഷൻഷിപ്പ് വേണം. നിങ്ങളുടെ ബന്ധം ഇവിടെയുള്ള സഭയുമായിട്ടുള്ള ബന്ധം അത് സംഘടനാ ബന്ധമാണ്. ദൈവവുമായിട്ട് ബന്ധം വേണം. അങ്ങനെ വിളിച്ചാലേ കേൾക്കത്തുള്ളൂ. അങ്ങനെ വിളിച്ച് പഠിക്കുക, പരിശീലിക്കുക. അപ്പാന്ന് വിളിച്ച് പരിശീലിക്കുക. എൻ്റെ അപ്പനെ അപ്പാന്ന് വിളിക്കാൻ എനിക്ക് നാണക്കേട്. എന്താ നിയമം? അപ്പന് ഗുണമില്ലാത്ത അപ്പനായിരുന്നു, പറയാൻ പറ്റും ഇതൊക്കെ. പക്ഷേ എന്നാലും ഞങ്ങളുടെ അമ്മ അപ്പനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കുകയില്ല. പ്രയോജനമില്ലാത്ത ഒരപ്പനായിട്ട് പോലും ഞങ്ങൾ അപ്പനെ അപ്പാന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എങ്കിൽ സൽഗുണപൂർണനായ ദൈവത്തെ എന്നാ വിളിക്കണം മക്കളെ? ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ പെരുമ്പാവൂർ സെൻറ്ററിൽ ചുണ്ടക്കുഴി എന്നൊരു സ്ഥലമുണ്ട്. അവിടെ പാപ്പി ഉപദേശി എന്ന് വിളിക്കുന്ന, തൊട്ടിലാൻ ഉപദേശി എന്ന് വിളിക്കുന്ന ജേക്കബ് എന്ന ഒഫീഷ്യൽ നെയിമുള്ള ഒരു പാസ്റ്ററിൻ്റെ കീഴിലാണ് ഞാൻ ഉപദേശി പണി പഠിച്ചത്. അത് പറഞ്ഞു നിർത്താം. എന്നെ അദ്ദേഹം, ഈ ചെറുപ്പക്കാരനെ ആർക്ക് വേണം, പുള്ളി എന്നെ വിളിച്ചുകൊണ്ട് പോയത്. എൻ്റെ വീട് പെരുമ്പാവൂർ വേങ്ങൂർ, 10 കിലോമീറ്റർ പുള്ളിയുടെ വീട്ടിൽ നടന്നു ചെല്ലും. കാച്ചിലും ചേനും ചെറുങ്ങ് തിന്നും. എൻ്റെ പെരിയാറ് കടന്ന് അക്കരയ്ക്ക് പോകും. വെള്ളിയാഴ്ച പോയാൽ ഞായറാഴ്ച വരുള്ളൂ. 3 ദിവസം. പുള്ളിക്ക് ഈറ വെട്ടലാ പണി അന്നൊക്കെ. പുള്ളിയുടെ ഭാര്യയ്ക്ക് സുവിശേഷ വേല ഇഷ്ടമല്ല. ഇത് ഞാൻ പലയിടത്തും പ്രസംഗിച്ചിട്ടുണ്ട്. ആ പിള്ളേരെ കേൾക്കുന്നുണ്ടാവും. 10 കിലോമീറ്റർ നടക്കണം. ഈ ഉപദേശിയുടെ പുറകെ നടന്ന ഉപദേശി പണി പഠിക്കുക. അതിൻ്റെ ഗുണമേ ഉള്ളൂ. ഇങ്ങനെ നിൽക്കുമ്പം പുറം തേച്ച് കൊടുക്കണം. കാണുന്ന ചെളിയെല്ലാം ചവിട്ട് ആ ചെരുപ്പിൻ്റെ സൈഡെല്ലാം പാരകൾ ഒരുമി കൊടുക്കണം. കൈക്ക് വെള്ളം ഒഴിക്കണം. ഊണ് കഴിഞ്ഞാൽ ഇല കൊണ്ടുപോയി കളയണം. രാത്രി കിടക്കുമ്പോൾ മസാജ് ചെയ്യണം. ഈ കിളിയായി നടന്ന ഡ്രൈവറായാൽ വണ്ടി വഴി കിടക്കുകയില്ല. വണ്ടിയുടെ ബോണറ്റ് പൊക്കി നമ്മൾ കൊണ്ടുപോകാൻ അറിയാമെന്നേ. അത് തന്നെ സഭ ഏൽപ്പിച്ചപ്പോൾ സഭ കൊണ്ടു നടക്കാൻ അറിയാമെന്നേ. കാരണം ഉപദേശിയുടെ പുറകെ കിടന്ന ഉപദേശി പണി പഠിച്ചെന്നേ. ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവിംഗ് പഠിച്ചാൽ എന്താ? വണ്ടി അവിടെ കിടക്കും. എൻ്റെ കാര്യം സ്റ്റിയറിംഗ് മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ക്ലച്ചും ബ്രേക്കും അവൻ്റെ കയ്യിലായിരുന്നു. ഉപദേശിമാരെ പുറകെ നടന്ന് ഉപദേശി പണി പഠിക്കണം, അറിയാമോ? അങ്ങനെ ഞാൻ ഒരിക്കൽ പുള്ളി വീട്ടിൽ ചെന്നു. കാച്ചിലൊക്കെ തിന്നു. പിന്നെ തോൾ സഞ്ചി ഞാനെടുത്ത് പോണ വഴി എബ്രാഹിം വായിച്ചു കൊടുക്കണം. തെറ്റി അപ്പം പിടിക്കും, ചെവിയിലൊക്കെ പിടിച്ചോളേ. പോണ വഴി അമ്മാമ്മ വന്നു. എവിടെ പോവാടാ? ഡാ, ഇങ്ങനെങ്ങാനും മേലോട്ട് പോവുകയാണെങ്കിൽ നീ ആ പുതപ്പ് മേടിച്ചോളാം. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പുള്ളി പറഞ്ഞു, നോക്കണ്ട, അത് ലോത്തിൻ്റെ ഭാര്യ അങ്ങോട്ട് പോരെയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാ പറ്റി? 2 ആഴ്ചയായി റേഷൻ കടയിൽ തുണി വന്നിട്ട്. അന്നൊക്കെ ഈ മുണ്ടൊക്കെ റേഷൻ കടയിലാണ് വരുന്നത്. പിള്ളേർക്കൊല്ലം അറിയാമോ എൻ്റെ മക്കളെന്ന് പറഞ്ഞു കൊടുക്കിട്ട്. അത് തുണി മേടിച്ച് കൊടുക്കാത്തതിൻ്റെ കെറുവാ, നീ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാ മേടിച്ച് കൊടുക്കാത്ത? കാശ് കിട്ടണ്ടേ മേടിച്ച് കൊടുക്കാൻ? അപ്പുറം ചെന്നു. ഒരു യാക്കോബായക്കാരൻ്റെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ കിടക്കുക. 2 ഏക്കർ 47 സെൻറ്റ് സ്ഥലം. അദ്ദേഹത്തിന് പിന്നെ എന്തുവാ ഏത്തവാഴ കൃഷിയാണ്. എബ്രാലെ അങ്ങനെ മുഴുവൻ പഠിപ്പിച്ചിട്ടും അന്നും പുള്ളി രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇന്നും അവിടെ ചെല്ലുമ്പോൾ മൊത്തം കയറി ചെല്ലുമ്പോഴേ ഏത്തപ്പഴം പുഴുങ്ങിയത്, ഊണിന് ഏത്തവാഴ ഇല കൊണ്ട് ഊണ്,
ചുണ്ടുകൊണ്ട് വാഴക്കൂമ്പ് കൊണ്ട് തോരൻ, ഏത്തവാഴ കൊണ്ട് കാളൻ, പിന്നെ കായ കൊണ്ട് മൊത്തം ഏത്തക്കായ. നേരം വെളുത്ത 2 പിടലക്കായും 20 രൂപ പാസ് കൊടുക്കും. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ രാത്രി കിടക്കുക. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കട്ടില, നടുക്ക് കുഴി. ഞാനിങ്ങനെ കിടക്കും, ഉദ്ദേശിച്ച് ഇങ്ങനെ കിടക്കും. നടുക്കൊരു പർഗട്ടോറി ബസ് പൂർക്കാന കണക്കൊരു കുഴി. ഉദ്ദേശിക്ക് 10-67 വയസ്സുണ്ട്, ഒറ്റ രോമം പോലും കറുത്തില്ല, മൊത്തം നരച്ചതാണ്. രാത്രി കിടന്ന് കുറേ സമയം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ തിരിഞ്ഞപ്പോൾ തപ്പി നോക്കിയപ്പോൾ ഉദ്ദേശിയെ കാണാനില്ല. അപ്പോൾ ഞാനൊക്കെ അന്നൊക്കെ 17 വയസ്സുള്ളൂ, ഭയങ്കര വിശ്വാസമല്ലയോ. ഞാൻ ആ കുഴിയിലോട്ട് കൈയിട്ട് തപ്പി നോക്കി, താഴെയില്ല. എൻ്റെ അകവാള് വെട്ടി. ദൈവമേ, അമ്മാമ്മ പറയുകയും ചെയ്തു, ഇയാൾ മേളിലോട്ട് പോകുമ്പോൾ ആ പുതപ്പ് വേണമെന്ന്. അപ്പോൾ ഈ ഉപദേശി സ്വർഗത്തിൽ പോകും, എനിക്ക് ഉറപ്പാ. കർത്താവേ, എന്നെ കൂടാതെ പോയോ സ്വർഗത്തിൽ? ഞങ്ങൾ ഭയങ്കര വിഷമായി. ഇന്നൊന്നും അങ്ങനെ വിഷമമൊന്നുമില്ലെന്നേ. കാരണം ഇപ്പോൾ നമ്മൾ പോകും, നമുക്കല്ലേ വിളിച്ചല്ല, ഭയങ്കര വിഷമം. ഞാനിങ്ങനെ കരയാനൊക്കെ തുടങ്ങുക. ദൈവമേ, ഉപദേശി എന്നെ ഇട്ടിച്ച് പോയോ? അങ്ങനെ നോക്കിക്കുമ്പം പുള്ളി പുള്ളി ഭിത്തിയോട് ചാരിയിരുന്ന് തലയിൽ തുണിയൊക്കെ കെട്ടിയിങ്ങനെ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന ദൈവമക്കൾ കേട്ടോ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറ്റില്ല എന്ന്. എത്ര നാളെന്ന് വെച്ചാണ് ഈ സുവിശേഷ വേല? കഴിഞ്ഞ ആഴ്ചയിൽ ഈറ വെട്ടാൻ പോയിട്ട് 3 കെട്ട് ഈറയാണ് കിട്ടിയത്. അതുകൊണ്ടുവന്ന് നീലീശ്വരത്ത് കൊടുത്തപ്പം അവർ പറഞ്ഞു 1 മാസമായിട്ട് പൈസ വന്നിട്ടില്ല, ഒരുമിച്ച് തരാമെന്ന്. 2 ആഴ്ചയായി റേഷൻ കടയിൽ തുണി വന്നിട്ട് മേടിച്ചു കൊടുക്കാത്തതുകൊണ്ട് അവൾ ആ ചെക്കനോടൊന്ന് വായി തോന്നിയൊക്കെ പറഞ്ഞു. ഒരു ഗുരുത്തം കെട്ടവനെ എൻ്റെ കൂടെ വിട്ടിട്ടില്ലേ, ഞാനാണ്. അവൻ ആ കൃഷ്ണൻ്റെ കടയിൽ മുടിഞ്ഞ പുട്ടുതീറ്റ, സത്യമാണ്. കാരണം ഞാൻ ഉപദേശിയും കൂടെ രാവിലെ ചെല്ലുമ്പോൾ 2 കഷ്ണം പുട്ട്, ചായ. വിസിറ്റിംഗ് എല്ലാം കഴിയുമ്പം പുള്ളിക്ക് ഉച്ചയ്ക്ക് ഊണ്. അപ്പോൾ ഈ പുട്ട് തീരാനുണ്ടാവും. അപ്പോൾ രാവിലെ ചുട്ട പുട്ട് ഉച്ചയ്ക്ക് ഇരിക്കുന്ന പിള്ളേരുടെ പാൻറ് പോലെ അങ്ങനെ കൂർപ്പിച്ചായിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചൂടുവെള്ളം ഒഴിച്ച് ഞാൻ തിന്നും. അപ്പം 4 മണിക്ക് എല്ലാ നേരം പുട്ടാ. ബൈബിൾ കോളേജിൽ പഠിച്ചവർക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുട്ടിനോടൊരു വല്ലാത്ത. അപ്പോൾ പുള്ളി പറയാം, ഇവനാ കൃഷ്ണൻ്റെ കടയിൽ പുട്ട്. പുള്ളി പറയാം, പുറ്റ് പുറ്റ് പുറ്റ്. ഇവൻ എപ്പോൾ നോക്കിയാലും പുറ്റ. എന്നെക്കുറിച്ചാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ആരാധനയും കഴിഞ്ഞ് കോൺകോട് ബസ്സിൽ കയറിയിരിക്കുമ്പം അന്തസ്സായിട്ടിരിക്കുമ്പോൾ കൃഷ്ണൻ വന്നിട്ട് പറഞ്ഞു, ഉപദേശിയുണ്ടോ ആ വണ്ടിയിൽ? വണ്ടി അവിടെ നിന്നാണ് പുറപ്പെടുന്നത്, കോൺകോട് നട്ടേക്കാട്. ഉണ്ട് ഉപദേശി. ആ ചെക്കൻ്റെ ചായപ്പറ്റ 48 രൂപയായി. അത് ഒരുമിച്ച് തന്നിരുന്നെങ്കിൽ ഓല മേയാൻ കാശ് ഇല്ല, തരാമോ? ഉപദേശി, നാണം കെട്ട് പോയില്ലേ ഞാൻ? ആ ബസ്സിനകത്തിരുന്ന ആളുകളെല്ലാം കൂടെ നാണം കെടുത്തിയില്ലേ ഇവൻ്റെ പുട്ടുതീറ്റ? ഞാനിതെല്ലാം കേട്ടിട്ട് പറഞ്ഞു, ഇതാണോ പ്രാർത്ഥന? ഞാനും സത്യം പറയട്ടെ, എനിക്ക് അന്നാണ് മനസ്സിലായത് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇതെല്ലാം കഴിഞ്ഞപ്പം പുള്ളി പിൻ ഡ്രോപ്പ് സൈലന്റ് കരയുക. എന്നിട്ട് പറയുക, അപ്പാ ഞാൻ പൊട്ടന, എനിക്കൊന്നും അറിയാൻ മേല, ഞാൻ ഈറ വെട്ടാൻ പൊക്കോളാം, ഞാൻ അവൾക്ക് കാശ് കിട്ടുമ്പം തുണി മേടിച്ച് കൊടുത്തോളാം, ഞാൻ അവൻ്റെ പറ്റ തീർത്തോളാം, ഞാൻ അവനെ കൊണ്ട് നടന്നോളാം. പറയുകയും കരയുകയും അപ്പാ 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 എന്നിടയ്ക്ക് വിളിക്കുകയും ചെയ്തപ്പോഴാണ് പ്രിയപ്പെട്ടവരെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ ഈ ആർട്ടിഫിഷ്യലായ പലതും മേൽക്കൂരയ്ക്ക് മേളിൽ പോകുന്നില്ലെന്നേ. ആ വലിയ സഭ അദ്ദേഹം എന്നെ ഏൽപ്പിച്ചിട്ട് കാലങ്ങൾ കഴിഞ്ഞ് നിത്യതയിലേക്ക് പോയി. ഒരു സഭയെ നടത്താനുള്ള ഒരു കഴിവും എനിക്കുണ്ടായിരുന്നില്ല. എന്നേക്കാൾ വിദ്യാഭ്യാസമുള്ള തലമുറയുടെ മുമ്പിൽ ഞാൻ ബബ്ബ അടിച്ചെന്ന കാലങ്ങളുണ്ട്. ചിലപ്പോഴൊക്കെ സഭക്കാർ ഒത്തൊരുമയോടുകൂടി എനിക്കെതിരെ പല ആരോപണം മീൻസ് അറിവില്ലാത്തതുകൊണ്ട് വന്ന പാളിച്ചകളൊക്കെ അവർ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ജനത്തിൻ്റെ മുമ്പാകുന്ന പ്രസംഗിക്കുന്ന ഞാനൊക്കെ ചിലപ്പോഴൊക്കെ വാവിട്ട് കരഞ്ഞിട്ടുണ്ട്. അന്നേരമെല്ലാം ഞാൻ പിടിച്ചത് എങ്ങനെയെന്നറിയാമോ? തിയോളജി അല്ലെന്നേ.
ഞാൻ പഠിച്ച പ്രസംഗക്കുറിപ്പൊന്നും അല്ലെന്നേ. ഈ പാസ്റ്റർ, അദ്ദേഹത്തെ വലിയ പാസ്റ്റർ എന്നാണ് വിളിക്കുന്നത്, എൻ്റെ കൊച്ചു പാസ്റ്റർ. ഞാൻ ഇദ്ദേഹം പഠിപ്പിച്ച പ്രാർത്ഥനയുമായി എൻ്റെ പ്രാർത്ഥന മുറിയിലേക്ക് കയറും. അവിടെ മുട്ടുകുത്തി നിന്നിട്ട് ഞാൻ പറയും, അപ്പാ. കുറച്ച് നേരം അനങ്ങാതിന് മിണ്ടാതിന് പിന്നെ വിളിക്കും, അപ്പാ. ഒരു 5-6 പ്രാവശ്യം ഞാൻ അപ്പാ 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 എന്ന് വിളിക്കുമ്പോൾ പർവ്വത സമാനമായ പ്രതിസന്ധികളൊക്കെ മാറിപ്പോകുന്നത്, മഞ്ഞുമലകളൊക്കെ ഉരുകിപ്പോകുന്നത് അനേക പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാൻ എൻ്റെ മക്കളോടും പറഞ്ഞിട്ടുണ്ട്, ഈ പപ്പ മരിക്കും. 2 പെൺപിള്ളേരാ. എന്നാ ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് മേടിച്ചു തരും. പക്ഷേ മരിക്കാത്തൊരപ്പനെ പിടിച്ചോളണം. ഞാൻ എൻ്റെ ഈ പ്രഥമ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ചോദിക്കുന്നത്, ഇന്നുവരെ നിങ്ങൾ യേശുവിനെ പപ്പാ എന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ, മക്കളെ, ഈ കുഞ്ഞുങ്ങളോടും കൂടെ പറയാം, ഇവിടെ നോക്കിക്കേ. ഇന്ന് വരെ നിങ്ങൾ ഒരു ദിവസം ഒരു 15 മിനിറ്റെങ്കിലും ഒരു മുറിയിൽ ഒറ്റയ്ക്കിരിക്കാറുണ്ടോ? ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറയുകയാണ്, വേറെ ഒന്നും ചെയ്യണ്ട. ഒരു 1/2 മണിക്കൂർ, ഒരു 15 മിനിറ്റ് ഒരു പാട്ടുപുസ്തകം, ഒരു വേദപുസ്തകം നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ശീലിച്ചാൽ നിങ്ങൾ ലോകത്തെ ജയിച്ചവരായി മാറും. എല്ലാ അപ്പച്ചന്മാരോടും എല്ലാ അമ്മച്ചമാരോടും പറയുകയാണ്, നമുക്കൊരു പേഴ്സണൽ ബന്ധത്തിലേക്ക് വരാം. നമുക്കൊന്ന് എഴുന്നേൽക്കാം. എല്ലാവർക്കും ഒന്ന് എഴുന്നേൽക്കാം. ഇന്ന് രാത്രി, ഇന്ന് പകൽ ഞാനൊരു തകർപ്പൻ പ്രസംഗമൊന്നും പ്രസംഗിച്ചിട്ടില്ല, എന്നെ കൊണ്ട് വയ്യ. പക്ഷെ ഞാൻ ഹൃദയം തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ ആർട്ടിഫിഷ്യലായിട്ടാണോ ദൈവത്തെ വിളിക്കുന്നത്, അതോ ഹൃദയ ബന്ധം കൊണ്ടാണോ വിളിക്കുന്നത്? ഇന്നുവരെ അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു ബന്ധമുണ്ടായിട്ടില്ലെങ്കിൽ 12-ാമത്തെ പകൽ ഒരു തീരുമാനമെടുക്ക്. എൻ്റെ പേഴ്സണൽ റൂമിൽ, എൻ്റെ പ്രാർത്ഥന മുറിയിൽ ഞാനിനി അപ്പാ എന്നല്ലാതെ വേറെ ഒന്നും വിളിക്കത്തില്ലെന്ന്. എൻ്റെ അപ്പൻ എന്നെ 17-ാമത്തെ വയസ്സിൽ തള്ളിയത് അറിയാമോ? 10.25 സെന്റ് സ്ഥലവും വീടും പിന്നെ ഞാൻ കണ്ടിട്ടില്ല, അറിയാമോ? പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ ഇവനെ നടത്താൻ എനിക്കൊരപ്പനുണ്ട്. ഞാൻ മരിച്ചെന്റെ പെട്ടിയിൽ എന്നെ അടക്കം ചെയ്താലും ആ അപ്പൻ എൻ്റെ പിള്ളേരെ നോക്കുമെന്നേ. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇങ്ങനെ അപ്പനെ കുറിച്ച് പറയാൻ? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ആ 2 കൈയും നെഞ്ചത്തോട്ടൊന്ന് വെച്ച്. പല അപ്പന്മാരെയും കുറിച്ച് പറയാൻ നാണം കെടുമ്പം നീ മകനാണെന്ന് പറയാൻ ദൈവത്തിന് നാണം കെടേണ്ടി വരും. അതൊന്നുമില്ലാതെ ഈ ആലയത്തിൽ നിന്നും ഒരു നിലവിളി വരണം, അപ്പാ. ഒന്ന് പ്രാർത്ഥിച്ചേ, വേറൊന്നും പറയണ്ടെന്നേ, ഒത്തിരി ഒന്നും പറയണ്ടെന്നേ. അപ്പാ അതൊന്ന് വിളിച്ചേ. തൃശ്ശൂർ പൂരം നടക്കുക, 150 ആനയുണ്ടച്ചാ, 500 തായമ്പകയുണ്ട്, ആകാശത്തിൽ ദിഗന്ധങ്ങൾ ഭേദിക്കുമാറ് വെടിക്കെട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാണാതെ പോയ കുഞ്ഞ് ആ ബഹളത്തിനിടയിൽ മമ്മീന്ന് വിളിച്ചാൽ നിങ്ങൾ കേൾക്കോ കേൾക്കത്തില്ലയോ? അന്നേരം തായമ്പകയാണോ ചാ കേൾക്കുന്നത്? കുഞ്ഞിന്റെ ശബ്ദം കേട്ടിരിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഹൃദയത്തിൽ ഇതൊരു വിളി വരാമെങ്കിൽ ഏത് വിഷയത്തിനും നിങ്ങളായിക്കോട്ടെ, നാളെ നേരം വെളുത്ത്
മറ്റൊരു മുഖം കാണാൻ പറ്റാത്ത പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ട് ഇരിക്കട്ടെന്ന്. പക്ഷേ വിളിക്കാനൊരു അപ്പൻ നിങ്ങൾക്കില്ലേ? അപ്പോ അതൊന്ന് വിളിച്ചു നോക്കിക്കേ ഇന്ന്.